ഹായ് മക്കളെ, നമസ്കാരം. മാസ്റ്റർ കീയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉബൈദ് ആദിനാട്. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് വരാനിരിക്കുന്ന ഡിഗ്രി മെയിൻസ് എക്സാമിന് വേണ്ടിയുള്ള കുറച്ച് മാത്സ് ആൻഡ് മെന്റബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ. നമ്മൾ ഓരോ പാർട്ടായിട്ടായിരിക്കും ചെയ്യാൻ പോകുന്നത്. പല പല പാർട്ടായിട്ട് വരാനിരിക്കുന്ന പരീക്ഷകൾക്ക് വേണ്ടി മുൻകാലങ്ങളിൽ നടന്നിട്ടുള്ള പരീക്ഷകളുടെ അടുത്തടുത്ത് നടന്നിട്ടുള്ള പരീക്ഷകളുടെ കുറെ ക്വസ്റ്റ്യൻസുകളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് മനസ്സിലാകും മാത്സ് ആൻഡ് മെന്റബിലിറ്റി എപ്പോഴും ഡിഗ്രി ലെവലിന് എവിടെ വരെയുള്ള ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുമെന്നും ഏതൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടാൻ സാധ്യതയുണ്ടെന്നും എങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നിങ്ങൾക്കത് മനസ്സിലാവാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നത് പരീക്ഷയ്ക്ക് എപ്പോഴും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആണ്. മാത്സ് ആൻഡ് മെന്റബിലിറ്റിയുടെ കേസിനകത്ത് നോക്കുകയാണെങ്കിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിരിക്കും. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെ ചെക്ക് ചെയ്താൽ പഠിച്ചു കഴിഞ്ഞാൽ വർക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഈ വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല, നേരെ നമ്മുടെ ഓരോരോ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ബാഗിൽ 5:9:4 എന്ന അനുപാതത്തിൽ 50 പൈസ, 25 പൈസ, 10 പൈസ നാണയങ്ങൾ അടങ്ങിയിരിക്കുന്നു. മൊത്തം തുക 206 രൂപയാണ്. 10 പൈസ നാണയങ്ങളുടെ എണ്ണം കണ്ടെത്തുക. ഇതാണല്ലോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു ബാഗിനകത്ത് പൈസ അടപ്പുണ്ട്. ഏതൊക്കെയാണ്? 25 പൈസ അടപ്പുണ്ട്, 50 പൈസ അടപ്പുണ്ട്, 10 പൈസ അടപ്പുണ്ട്. ഓക്കെ ആണല്ലോ. ഓക്കെ, ആദ്യം കിടക്കുന്നത് 50 പൈസ, പിന്നെ കിടക്കുന്നത് 25 പൈസ, പിന്നെ കിടക്കുന്നത് 10 പൈസ. ഓക്കെ ആണല്ലോ. അവയുടെ എണ്ണത്തിന്റെ അംശബന്ധം എന്ന് വെച്ചാൽ 5:4:9 ആണ്. 5:9:4 ആണ്. 5:9:4 ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഇവിടെ ശ്രദ്ധിച്ചോണം. അപ്പൊ ആദ്യം പറയുന്ന പേര് ആരുടെയാണ്? 50 പൈസ നാണയത്തിന്റെ. അപ്പൊ ആദ്യം കിടക്കുന്ന അംശബന്ധം എന്ന് പറയുന്നത് 50 പൈസയുടെ ആയിരിക്കും. രണ്ടാമത് കിടക്കുന്നത് ആരുടെ? രണ്ടാമത് പറയുന്ന പേരെന്ന് പറഞ്ഞാൽ എന്തിന്റെയാണ്? 25 പൈസയുടെ. അപ്പോൾ നാണയത്തിന്റെ അംശം എന്ന് വെച്ചാൽ 25 പൈസ ആയിരിക്കും. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ അംശം 25 പൈസയുടെ ആയിരിക്കും. മൂന്നാമതാണ് ഇവിടെ 10 പൈസയുടെ പേര് പറയുന്നത്. അപ്പൊ മൂന്നാമത് കിടക്കുന്ന അംശം എന്ന് വെച്ചാൽ 10 പൈസ നാണയത്തിന്റെ ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നത് 50 പൈസ. ഓക്കെ ആണോ? 50 പൈസ. അതേപോലെ തന്നെ എത്രയാണ്? 25 പൈസ. ഓക്കെ ആണല്ലോ. 50 പൈസ, 25 പൈസ. ഓക്കെ 10 പൈസ. 50 പൈസ, 25 പൈസ, 10 പൈസ. ഓക്കെ ആണല്ലോ. അവയുടെ എണ്ണത്തിന്റെ അംശബന്ധം എന്ന് പറയുന്നത് 5:9:4 ആണ്. 5:9:4 ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ 50 പൈസ നാണയങ്ങളുണ്ട്, 25 പൈസ നാണയങ്ങളുണ്ട്, 10 പൈസ നാണയങ്ങളുണ്ട്. അവിടെ എണ്ണത്തിന്റെ അംശബന്ധം എന്ന് പറയുന്നത് 5:9:4 ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇനി ഇവിടെ ആദ്യം ചെയ്യാൻ പോകുന്ന പരിപാടി എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ 50 പൈസ നാണയങ്ങൾ 5 എണ്ണം ഉണ്ടെന്ന് വിചാരിക്കുക. 50 പൈസ നാണയങ്ങൾ എത്ര ഉണ്ട്? 5 എണ്ണം ഉണ്ട്. 5 50 പൈസ നാണയങ്ങളാണ് ഉള്ളതെങ്കിൽ 5 50 പൈസ നാണയങ്ങളുടെ എണ്ണം 5 ആണ്. 5 50 പൈസ നാണയങ്ങളാണ് ഉള്ളതെങ്കിൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട 5 50 പൈസകൾ ചേരുമ്പോൾ എത്ര രൂപ നോക്കണം. ഒറ്റ കാര്യമുള്ളൂ. ഒരു 50 പൈസ, 2 50 പൈസ ആകുമ്പോൾ 1 രൂപ, 3 എണ്ണം ആകുമ്പോൾ 1 രൂപ, 4 ആകുമ്പോൾ 2 രൂപ, 5 എണ്ണം ആകുമ്പോൾ 2 രൂപ 50 പൈസ. അപ്പൊ എന്താ? 50 പൈസ നാണയങ്ങൾ 5 എണ്ണം വന്നാൽ എത്ര കിട്ടും? 2 രൂപ 50 പൈസ കിട്ടും. എത്ര കിട്ടും? 2 രൂപ 50 പൈസ. മനസ്സിലായല്ലോ. 2 എണ്ണം ആകുമ്പോൾ 1 രൂപ, 4 എണ്ണം ആകുമ്പോൾ 2 രൂപ, 5 എണ്ണം ആകുമ്പോൾ 2 രൂപ 50 പൈസ. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, 25 പൈസ നാണയങ്ങൾ. അപ്പൊ ഇത് നമ്മൾ ഗുണിക്കുക. 50 പൈസയെ 5 കൊണ്ട് ഗുണിക്കുക. 50 പൈസയെ 5 കൊണ്ട് ഗുണിക്കുക. ഓക്കെ ആണല്ലോ. ഓക്കെ, അതേപോലെ 25 പൈസ നാണയങ്ങൾ എത്ര എണ്ണം ഉണ്ട്? 9 എണ്ണമാണ് ഉള്ളത്. 25 പൈസ നാണയങ്ങൾ 9 എണ്ണം. 4 25 പൈസ ആകുമ്പോൾ 1 രൂപ, 8 25 പൈസ ആകുമ്പോൾ 2 രൂപ, 9 25 പൈസ ആകുമ്പോൾ 2 രൂപ 25 പൈസ. 2 രൂപ 25 പൈസ. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, 4 10 പൈസ നാണയങ്ങളാകുമ്പോൾ എത്ര പൈസ? 40 പൈസ കിട്ടും. 0.4 40 പൈസ. 40 പൈസ എന്ന് കിട്ടും. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, ഇതെല്ലാം പൈസയാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പൊ എത്ര? 2 രൂപ 50 പൈസ, 2 രൂപ 25 പൈസ, 40 പൈസ. സെറ്റ് ആണല്ലോ. ഓക്കെ, യെസ്. ഓക്കെ, ഇതിനെ റുപ്പീസ് 2 രൂപ, ഇതിനെ റുപ്പീസ് 2 രൂപ 50 പൈസ, 2 രൂപ 25 പൈസ, 0.4 പൈസ 0.4 രൂപ എന്ന് എഴുതാം. 0.4 രൂപ. ഓക്കെ ആണല്ലോ. 2 രൂപ 50 പൈസ. 2 രൂപ 50 പൈസ. ഓക്കെ ആണല്ലോ. 2 രൂപ 25 പൈസ. ഇവിടത്തെ എന്ന് പറയുന്നത് എത്ര പൈസയാണ്? 40 പൈസ. 0.4 രൂപ എന്ന് എഴുതും. ഇതെല്ലാം രൂപയിലാക്കി.
ഇനി എല്ലാം നമ്മൾ രൂപയിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. എന്തിനാണ് ഇത് രൂപയിലേക്ക് കൺവേർട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ തന്നേക്കുന്നത് 216 രൂപ എന്നാണ് പറഞ്ഞേക്കുന്നത്. 216 രൂപ. രൂപയെ നമ്മൾ 216 രൂപ തന്നിട്ടുണ്ട്. അപ്പൊ എല്ലാം രൂപയിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് നമുക്ക് നോക്കണം. 5 50 പൈസ ചേരുമ്പോൾ 2 രൂപ 50 പൈസ, 9 25 പൈസ ആകുമ്പോൾ 2 രൂപ 25 പൈസ, ഓക്കെ 4 10 പൈസകൾ ചേർന്നപ്പോൾ 40 പൈസ എന്നുള്ള ഉത്തരം കിട്ടി. ക്ലിയർ ആവുന്നുണ്ടല്ലോ? 40 പൈസ എന്ന് വെച്ചാൽ 0.4 രൂപ എന്ന് കിട്ടി. 0.4 രൂപ സെറ്റ് ആണല്ലോ. അപ്പൊ 50 പൈസ എന്ന് വെച്ചാൽ 0.5 എന്നല്ലേ പറയുന്നത്. അപ്പൊ 40 പൈസ 0.4. ഓക്കെ, ഇനി ഇതെല്ലാം അങ്ങ് കൂട്ടാം. ഇതെല്ലാം കൂട്ടാം. ഓക്കെ ആണല്ലോ? 2.5 പ്ലസ് 2.25 പ്ലസ് 0.4 എല്ലാം കൂട്ടാമല്ലോ. എല്ലാം കൂട്ടുമ്പോൾ 2 2 4. ഓക്കെ ആണല്ലോ? ഇവിടെ 5 കിട്ടും. ഓക്കെ 5 കിട്ടും. ഇവിടെ 5 4 9 2 11 1 ശിഷ്ടം 1 പോയിന്റ് കൊടുത്തു. 2 2 2 4 1 5 5 രൂപ 15 പൈസ കിട്ടും. എത്ര കിട്ടും? 5 രൂപ 15 പൈസ കിട്ടും. ഓക്കെ ആണല്ലോ? 5 രൂപ 15 പൈസ. മൊത്തത്തിൽ 5 രൂപ 15 പൈസ എന്ന് കിട്ടി. മൊത്തം നമ്മുടെ ഇവിടെ എത്ര ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 രൂപ 15 പൈസ ഉണ്ട്. ഇത്രയും കാര്യം നമ്മൾ എഴുതാം. ഇത്രയും കാര്യം എഴുതി. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ 50 പൈസ നാണയങ്ങൾ 5 ആകുമ്പോൾ 2 രൂപ 50 പൈസ, 25 പൈസ നാണയങ്ങൾ 9 ആകുമ്പോൾ 2 രൂപ 25 പൈസ, 10 പൈസ നാണയങ്ങൾ 4 ആകുമ്പോൾ 40 പൈസ അല്ലെങ്കിൽ 0.4 രൂപ. ഇതെല്ലാം നമ്മൾ എഴുതി. ഓക്കെ, ഇതെല്ലാം കൂട്ടുമ്പോൾ എത്ര കിട്ടി? 5 രൂപ 15 പൈസ കിട്ടി. എത്ര കിട്ടി? 5 രൂപ 15 പൈസ. ഇനി നമ്മളോട് ചോദിച്ചേക്കുന്നത് 50 പൈസ നാണയങ്ങൾ എത്ര എന്നാണ് ചോദിച്ചേക്കുന്നതെങ്കിൽ, 50 പൈസ നാണയങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നതെങ്കിൽ 50 പൈസ നാണയങ്ങളുടെ എണ്ണമായ 5 നമ്മൾ ഇവിടെ കൊടുക്കണം. ഓക്കെ, ഇനി 25 പൈസ നാണയങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്നാണ് നമ്മൾ ചോദിക്കുന്നതെങ്കിൽ 25 പൈസ നാണയത്തിന്റെ അംശബന്ധമായ 9 ഇവിടെ കൊടുക്കണം. ഇനി 10 പൈസ നാണയങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്നാണ് ചോദിക്കുന്നതെങ്കിൽ 10 പൈസ നാണയത്തിന്റെ റേഷ്യോ ആയ 4 നമ്മൾ ഇവിടെ കൊടുക്കണം. ഓക്കെ ആണല്ലോ? അപ്പൊ 50 പൈസ ആണെങ്കിൽ 5 കൊടുക്കണം, 25 പൈസ ആണെങ്കിൽ 9 കൊടുക്കണം, 10 പൈസ ആണെങ്കിൽ 4 കൊടുക്കണം. അപ്പൊ ഏതാണോ കണ്ടുപിടിക്കേണ്ടത് അതായിരിക്കണം നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. ഏതാണോ കണ്ടുപിടിക്കേണ്ടത് അത് നമ്മൾ അവിടെ കൊടുക്കണം. സെറ്റ് ആവുന്നുണ്ടല്ലോ? ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് 10 പൈസ നാണയങ്ങൾ എത്ര ഉണ്ട്? 10 പൈസ നാണയങ്ങൾ എത്ര ഉണ്ടെന്ന് കണ്ടെത്തുക എന്നല്ലയോ? 10 പൈസ നാണയങ്ങൾ. അപ്പൊ എണ്ണമാണ് ചോദിച്ചേക്കുന്നത്. 10 പൈസ നാണയങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എണ്ണത്തിന്റെ അംശം എന്താ? എത്ര? 10 പൈസ നാണയത്തിന്റെ അംശം എന്താ? എത്ര? ഇവിടെ 4 ആണ്. ആ 4 ഇവിടെ കൊടുക്കുക. 4 ഇൻറ്റു മൊത്തം അതിനകത്ത് എത്ര രൂപയുണ്ട്? ആ ബാഗിൽ മൊത്തം എത്ര രൂപ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 206 രൂപ ഉണ്ട്. 206 കൊടുക്കുക. മൊത്തം എത്ര ഉണ്ടെന്ന് വെച്ചാൽ 206. സെറ്റ് ആവുന്നുണ്ടല്ലോ? ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത്? അത് ഒറ്റ കാര്യമുള്ളൂ. ഇതിന്റെ നമുക്ക് എന്ത് ചെയ്യാൻ പോവാ? താഴത്തെ പോയിന്റ് മാറ്റണം. പോയിന്റ് മാറ്റാൻ എന്താ? പോയിന്റ് കഴിഞ്ഞ ഇവിടെ താഴെ 2 സ്ഥാനമുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം എഴുതും 4/515 എന്ന് എഴുതും. ഇൻറ്റു എത്ര കിട്ടി? 206 എന്ന് എഴുതി. 206. ഇവിടെ പോയിന്റ് കഴിഞ്ഞ എത്ര സ്ഥാനമുണ്ട്? 2 സ്ഥാനമുള്ളത്. പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥാനമാണ് നമുക്ക് ഈ പോയിന്റ് മാറ്റണം. അപ്പൊ പോയിന്റ് കുറവ് എവിടാന്ന് നോക്കണം. മുകളിലാണോ താഴെയാണോ നോക്കണം. പോയിന്റ് കുറവ് മുകളിലാണോ താഴെയോ എന്ന് വെച്ചാൽ പോയിന്റ് താഴെ 2 സ്ഥാനമുണ്ട്. മുകളിൽ പോയിന്റേ ഇല്ല, മേളിൽ പോയിന്റ് ഇല്ല, താഴെ 2 സ്ഥാനത്താണ്. അപ്പൊ കുറവ് എവിടാ? മുകളിലാണ്. എത്ര സ്ഥാനത്തിന്റെ കുറവ്? 2 സ്ഥാനത്തിന്റെ കുറവ്. എവിടാണോ കുറവ് അവിടെ എത്ര സ്ഥാനത്തിന്റെ കുറവുണ്ടോ അത്രയും പൂജ്യങ്ങൾ ഇട്ട് കൊടുക്കണം. മുകളിലാണ് കുറവെങ്കിൽ 1 സ്ഥാനമാണ് കുറവെങ്കിൽ മേളിൽ 1 പൂജ്യം ഇട്ട് കൊടുക്കുക. താഴെ മുകളിൽ 2 സ്ഥാനത്തിന്റെ കുറവാണെങ്കിൽ 2 പൂജ്യം ഇട്ട് കൊടുക്കുക. 3 സ്ഥാനത്തിന്റെ കുറവാണെങ്കിൽ 3 പൂജ്യം ഇട്ട് കൊടുക്കുക. എവിടാണോ കുറവ് അവിടെ എത്ര സ്ഥാനത്തിന്റെ കുറവുണ്ടോ അത്രയും പൂജ്യങ്ങൾ ഇട്ട് കൊടുക്കുക. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സ്ഥാനമാണുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് നമുക്ക് 2 സ്ഥാനമുണ്ട്, മേളിൽ സ്ഥാനമൊന്നും ഇല്ല. അപ്പൊ നമുക്ക് മേളിൽ 2 പൂജ്യം കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ഇതിന്റെ പോയിന്റ് ചേഞ്ച് ചെയ്യാം. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഹരിക്കാം. 5 വെച്ച് ഹരിക്കാം. 5 വെച്ച് ഹരിക്കാൻ വേണ്ടേ? ഓക്കെ, 5 50, 3 5 15, ഓക്കെ 8 5 40, ഇവിടെ 80 കിട്ടും. ഓക്കെ ആണല്ലോ? ഓക്കെ, 1 103 2 103 ആണ് 206. ഓക്കെ ആണല്ലോ? ഓക്കെ, 8 × 2 16 0 എത്ര കിട്ടി? 160. 8 × 2 16 0 160 എന്ന് വെച്ചാൽ അവിടെ ഈ 10 പൈസ നാണയങ്ങൾ എത്ര എണ്ണം ഉണ്ടെന്ന് വെച്ചാൽ 160 എണ്ണമുണ്ട്. നമ്മുടെ ആൻസർ എന്ന് വെച്ചാൽ സി ഓപ്ഷൻ ആയിരിക്കും ആൻസർ എന്ന് പറയുന്നത്. സെറ്റ് ആവുന്നുണ്ടോ? ഓക്കെ ആവുന്നുണ്ടല്ലോ? അപ്പൊ എത്ര പൈസ നാണയങ്ങൾ എത്ര? 25 പൈസ നാണയങ്ങൾ എത്ര ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എത്ര 10 പൈസ നാണയങ്ങൾ എത്ര ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 160. ഇനി നമ്മളോട് ചോദിക്കുന്നത് 50 പൈസ നാണയങ്ങൾ എത്ര എന്നായിരുന്നു ചോദിച്ചിരുന്നെങ്കിലോ? 50 പൈസ നാണയങ്ങൾ എത്ര എന്നാണ് ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ ഈ 5 ഇവിടെ കൊടുത്താൽ മതി, ആൻസർ കിട്ടും. ഇനി 25 പൈസ നാണയങ്ങൾ എത്ര എന്നാണ് ചോദിച്ചിരുന്നെങ്കിലോ നമ്മൾ ഈ 9 ഇവിടെ കൊടുത്താൽ മതി, ആൻസർ കിട്ടും. അപ്പൊ ഏതാണോ കണ്ടുപിടിക്കേണ്ടത് അത് അവിടെ കൊടുത്തേച്ചാൽ മതി. ഏത് നാണയത്തിന്റെ ആണോ കണ്ടുപിടിക്കേണ്ടത് അതവിടെ കൊടുത്തേച്ചാൽ മതി. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ ആൻസർ എന്ന് പറയുന്നത് 160 എന്നുള്ള ഉത്തരം കിട്ടും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, ഇനി ചോദിക്കുന്ന ഇങ്ങനെ ആണെങ്കിലോ
10 പൈസ നാണയങ്ങളെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര രൂപ കിട്ടും? ഇവിടെ എണ്ണ വലിയ പറഞ്ഞേക്കുന്നത് 10 പൈസ നാണയങ്ങളെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര രൂപ കിട്ടും എന്നാണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താണെന്നറിയോ? ഈ 4ന് പകരം 10 പൈസ നാണയങ്ങളവിടെ കൂട്ടിയപ്പോൾ ഒരു 0.4 എന്നല്ലേ എഴുതിയിരിക്കുന്നത്, ആ 0.4 അവിടെ കൊടുത്താൽ മതി. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ ആണല്ലോ? ഇനി എന്താണ്? അപ്പൊ നമുക്ക് എത്ര കിട്ടും? 16 എന്ന് കിട്ടും. ഇവിടെ എത്രയാണ്? 10 പൈസ നാണയങ്ങളെല്ലാം കൂടുമ്പോൾ എത്ര കിട്ടും എന്ന് വെച്ചാൽ 16 രൂപ എന്നുള്ള ഉത്തരവായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ ഒരു സ്ഥാനം മാറ്റി പോയിന്റ് കൊടുക്കുമ്പോൾ മേളത്തെ ഒരു സ്ഥാനമുള്ള, അപ്പോൾ ഒരു സ്ഥാനം മാറ്റി നമ്മൾ ഇങ്ങോട്ട് ഇതിന്റെ ആൻസറിനകത്തൂടെ വരും. ആൻസർ വരുമ്പോൾ 16 എന്നുള്ള ആൻസർ വരും. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഇനി പറയുന്നത് 25 പൈസ നാണയങ്ങളെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര രൂപ കിട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 രൂപ 25 പൈസ എന്നല്ലേ കൂട്ടി വെച്ചേക്കുന്നത്, അത് ഇട്ട് കൊടുക്കണം. ഇനി 50 പൈസ നാണയം എല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും എന്ന് അറിയാം. നമ്മുടെ ഇവിടെ എത്ര കിട്ടിയാൽ മതി? ഇവിടെ ഇടുന്ന 2.5 പൈസ 2.5 2 രൂപ 50 പൈസ എന്നല്ലയോ, ആ 2.5 ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ നാണയങ്ങളെല്ലാം കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടുമെന്ന് അറിയാം. നാണയങ്ങളെല്ലാം കൂടെ കൂട്ടിയ തുക ഇട്ട് കൊടുക്കണം. എത്ര എണ്ണം ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ആ എണ്ണത്തിന്റെ അംശം ഒന്ന് കൊടുത്താൽ മതി. ഈ 2 ചോദ്യം PSC ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് പറഞ്ഞപ്പോൾ അതിന്റെ കൂട്ടത്തിൽ മറ്റേതോടെ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഓക്കെ ആണല്ലോ? ഓക്കെ, 160 വന്നപ്പോൾ എത്ര? ഇവിടെ ഈ ക്വസ്റ്റ്യൻ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞത് 16 രൂപയല്ല, 1 രൂപ 60 പൈസ ആയിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 160 100 പൈസ എന്നല്ലേ പറഞ്ഞത്? ഓക്കെ, 100 പൈസ. ഓക്കെ, യെസ്. ഓക്കെ, കറക്റ്റാണ്. 16 ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, യെസ്. ഓക്കെ, യെസ്. നമുക്കപ്പം 16 രൂപ കിട്ടും. ഓക്കെ, കറക്റ്റാണ്. അടുത്ത ഇപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നാണയങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഈ നാണയം എല്ലാവരുടെ കൂട്ടുമ്പോൾ എത്ര രൂപ വെച്ചാൽ 16 രൂപ വരും. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അരുൺ 80 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്യാൻ കഴിയും. അവൻ 10 ദിവസം ജോലി ചെയ്യുന്നു. തുടർന്ന് ബാക്കിയുള്ള ജോലി അനിൽ 42 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നു. അരുണും അനിലും ചേർന്ന് ജോലി ചെയ്താൽ എത്ര സമയത്തിനുള്ളിൽ ജോലി പൂർത്തിയാക്കും? ഓക്കെ ആണല്ലോ? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന അരുൺ ഒരു ജോലി 80 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. അരുൺ ഒരു ജോലി എത്ര ദിവസം കൊണ്ടാ? 80 ദിവസം കൊണ്ട് ചെയ്തു തീർക്കും. ഓക്കെ, ചെയ്യാൻ കഴിയും. അവൻ 10 ദിവസം ജോലി ചെയ്തു. തുടർന്ന് ബാക്കിയുള്ള ജോലി അനിൽ മാത്രം 42 ദിവസം കൊണ്ട് പൂർത്തിയാക്കുന്നു. അരുണിനും അനിലും ചേർന്ന് ജോലി ചെയ്ത് തീർക്കാൻ എത്ര സമയം കൊണ്ട് ജോലി പൂർത്തിയാക്കി? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻസിലേക്ക് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അരുൺ ഒരു ജോലി 80 ദിവസം കൊണ്ട് ചെയ്യും. ഓക്കെ, അരുൺ. ഓക്കെ ആണല്ലോ? അരുൺ ഒരു ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യും? 80 ദിവസം കൊണ്ട് ചെയ്യും. ഓക്കെ, അരുൺ ഒരു ജോലി 80 ദിവസം കൊണ്ട് ചെയ്യും. ഈ അരുൺ ഒരു ജോലി 80 ദിവസം കൊണ്ട് ചെയ്യുമെങ്കിൽ അവൻ അത് 10 ദിവസം ചെയ്തു. അരുൺ 10 ദിവസം ചെയ്തു. ഇനി അരുണിന് എത്ര ദിവസം ചെയ്യാനുള്ള ജോലി ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അരുൺ ഇനി 70 ദിവസം ചെയ്യാനുള്ള ജോലി ബാലൻസ് അവിടെ കിടപ്പുണ്ട്. ഇനി അരുൺ എന്ന് വെച്ചാൽ അരുൺ 70 ദിവസം. അരുൺ എന്ന് പറയുന്നത് എത്ര? 70 ദിവസം ചെയ്യേണ്ട ജോലി ഇനി അവിടെ കിടപ്പുണ്ട്. ഈ 70 ദിവസം കിടക്കേണ്ട ജോലി അവിടെ നിന്നപ്പോൾ അരുൺ അങ്ങ് നിർത്തിപ്പോയി. മനസ്സിലായോ? അരുൺ മൊത്തം 80 ദിവസമാണ് ചെയ്യേണ്ടത്. അതിൽ 10 ദിവസം ചെയ്തിട്ട് അരുൺ ജോലി നിർത്തിപ്പോയി. ഇനി ബാക്കിയുള്ള ജോലി അനിൽ വന്നിട്ട് 42 ദിവസം കൊണ്ട് ചെയ്യും. അനിൽ വന്നിട്ട് ഓക്കെ ആണല്ലോ? അനിൽ വന്നിട്ട് എത്ര ദിവസം കൊണ്ട് ചെയ്യും? 42 ദിവസം കൊണ്ട് ചെയ്യും. ഓക്കെ, അനിൽ വന്ന് 42 ദിവസം കൊണ്ട് ചെയ്യും. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? അരുണും അനിലും ചേർന്ന് ജോലി ചെയ്താൽ എത്ര സമയത്തുള്ള ജോലി പൂർത്തിയാകും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര സമയത്തുള്ള ജോലി പൂർത്തിയാകും? അരുണും അനിലും കൂടെ ചേർന്ന് ജോലി ചെയ്തെങ്കിൽ എത്ര സമയത്തുള്ള ജോലി പൂർത്തിയാകും? ഇതാണ് നമുക്ക് അറിയേണ്ടത്. ഇത് നമ്മൾ ചെയ്യാൻ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഒറ്റ കാര്യം മാത്രം ആലോചിക്കുക. അരുൺ 70 ദിവസം ചെയ്യേണ്ട ജോലിയാണ് അനിൽ വന്ന് 42 ദിവസം കൊണ്ട് ചെയ്തേക്കുന്നത്. ഈ 42 ദിവസം കൊണ്ട് അനിൽ ചെയ്തേക്കുന്ന ജോലി എന്ന് വെച്ചാൽ മൊത്ത ജോലി അല്ല. മനസ്സിലായല്ലോ? മൊത്ത ജോലി അല്ല. അരുൺ 70 ദിവസം ചെയ്യേണ്ട ജോലിയാണ് അനിൽ വന്ന് 42 ദിവസം കൊണ്ട് ചെയ്തേക്കുന്നത്. മനസ്സിലായി? മൊത്ത ജോലിയുടെ അരുൺ 80 ദിവസം ചെയ്യേണ്ട ജോലിയാണ് മൊത്ത ജോലി. ഓക്കെ, അപ്പോൾ അനിൽ മൊത്ത ജോലി ആയിരുന്നുവെങ്കിൽ, കാര്യം അനിൽ ഒറ്റ ജോലിയും ചെയ്തില്ല, അരുൺ ഒറ്റ ജോലിയും ചെയ്തിട്ടില്ല, ഒരു ജോലി പോലും അരുൺ ചെയ്തിട്ടില്ല എങ്കിൽ അനിൽ വന്നാൽ മൊത്ത ജോലി എത്ര സമയം കൊണ്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കണം ആദ്യം. അത് നമ്മളിവിടെ ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അരുൺ 70 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലിയാണ് അനിൽ 42 ദിവസം കൊണ്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അരുൺ ഒരു ദിവസം ചെയ്യേണ്ട ജോലി അനിൽ എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നു? അരുൺ ഒരു ദിവസം ചെയ്യേണ്ട ജോലി അനിൽ എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ 42/70. മനസ്സിലായല്ലോ? ഓക്കെ, അരുൺ ഒരു ദിവസം ചെയ്യുന്ന ജോലിക്ക് അനിൽ അരുൺ ആണെങ്കിൽ ഒരു ദിവസം ഈ 70 ജോലി ചെയ്യുമ്പോൾ ഇയാൾ 42 ജോലി. അപ്പോൾ ഒരു ജോലിക്ക് അരുൺ എടുക്കുന്ന സമയത്താണ് നോക്കാം.
ഓക്കെ ആണല്ലോ. അപ്പൊ 42/70 ഓക്കെ ആണല്ലോ. ഒരു 70 ജോലിക്കാണ് 42 ദിവസം. ഓക്കെ ആണല്ലോ. അപ്പൊ എന്താ ചെയ്യാ, 80 ജോലിക്ക് എത്ര ദിവസം എന്ന് എടുക്കാം, ഇൻറ്റു 80 കൊടുത്താൽ മതി. 80 ജോലിക്ക് എത്ര ദിവസം എന്നറിയാം, ഇൻറ്റു 80 കൊടുത്താൽ മതി. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, അതാണ്ടേ ഈ 0 വെട്ട 177 6 7 42 6 8 48 ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അനിൽ 48 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലിയാണ് അരുൺ 80 ദിവസം കൊണ്ട് ചെയ്യുന്നത്. ചില അരുൺ 80 ദിവസം ചെയ്യുന്ന ആ ജോലി അനിൽ എത്ര ദിവസം കൊണ്ട് ചെയ്യും, 48 ദിവസം കൊണ്ട് ചെയ്യും. കാരണം അരുൺ 70 ദിവസം ചെയ്യുന്ന ജോലിയാണ് അനിൽ 42 ദിവസം കൊണ്ട് ചെയ്യുന്നത്. എങ്കിൽ അരുൺ 80 ദിവസം ചെയ്യുന്ന ജോലി അനിൽ എത്ര, 48 ദിവസം കൊണ്ടായിരിക്കും ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പോൾ അരുണിന് ആ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ 80 ദിവസവും വേണം, അനിലിന് ആ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ 48 ദിവസവും വേണം. ഇവർ രണ്ടര ഫുള്ള് ജോലിയും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട ടൈമാണ് കിട്ടിയിരിക്കുന്നത്. ഈ കിടക്കുന്ന 70ഉം 42 എന്ന് പറയുന്നത് ഫുൾ ജോലി അല്ല. ഇയാൾ 10 ദിവസം ചെയ്തിട്ട് ബാക്കിയുള്ള ജോലിയാണ് അനിൽ വന്ന് ചെയ്യുന്നതാണ് 42 ദിവസം. സെറ്റാണല്ലോ. ഓക്കെ, എങ്കിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് ചേർന്നാൽ ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്. അനിൽ അരുണോട് ചെയ്തായിരുന്നെങ്കിൽ മൊത്തം ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ. അപ്പം എ ഒരു ജോലി X ദിവസം കൊണ്ടും ബി ആ ജോലി Y ദിവസം കൊണ്ട് ചെയ്താൽ എയും ബിയും ചേർന്ന ആ ജോലി എത്ര ദിവസം കൊണ്ട് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ ഇക്വേഷൻ XY/X+Y ദിവസം കൊണ്ട് XY/X+Y എന്ന് പറയുന്ന ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. XY ബൈ എ ഒരു ജോലി X ദിവസം കൊണ്ട് ബി ആ ജോലി Y ദിവസം കൊണ്ട് ചെയ്താൽ എയും ബിയും ചേർന്ന ജോലി എത്ര ദിവസം കൊണ്ട് വെച്ചാൽ XY/X+Y ദിവസം കൊണ്ടായിരിക്കും ചെയ്യുന്നത്. സെറ്റ് ആവുന്നുണ്ടല്ലോ. അപ്പൊ എക്സ് എന്ന് പറയുന്നത് എ ഒരു ജോലി X ദിവസം കൊണ്ട് ബി ആ ജോലി Y ദിവസം കൊണ്ട് ചെയ്താൽ എയും ബിയും ചേർന്ന ജോലി XY/X+Y ദിവസം. ഇത് എഫിഷ്യൻസിയിൽ ചെയ്യാം. എഫിഷ്യൻസി ചെയ്ത് നമ്മളിപ്പോ തൽക്കാലം സമയം കളയുന്നില്ല. നമ്മൾ പെട്ടെന്ന് ഇക്വേഷൻ തൊട്ട് അരുൺ എന്ന് വെച്ചാൽ അരുൺ ആ ജോലി 80 ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി, അനിൽ ആ ജോലി 48 ദിവസം കൊണ്ട്. അപ്പൊ എന്തുവാ, 80 ഇൻറ്റു 48 ഡിവൈഡഡ് ബൈ 80 പ്ലസ് 48. മനസ്സിലായി? 80 ഇൻറ്റു 48 ഡിവൈഡഡ് ബൈ 80 പ്ലസ് 48. ഓക്കെ ആണല്ലോ. നമുക്ക് ഇവിടെ ചെയ്യാം 80 ഇൻറ്റു 48 ഡിവൈഡഡ് ബൈ 80 48 കൂട്ടുമ്പോൾ 128 എന്ന് കിട്ടും. 128. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് എത്ര വെച്ച് വെട്ടാം? ഇവിടെ നമുക്ക് 8 വെച്ച് വെട്ടാം. ഓക്കെ, അതെ 4 വെച്ചിട്ട് 4 വെച്ചിടുമ്പോൾ 3 4 12 24 8 3 4 12 24 8. ഓക്കെ, ഒരു 4 4 അല്ല 8 വെച്ചും കേട്ടോ. 8 വെച്ചിട്ട് അതായിരിക്കും ചുടുപെട്ട്. ഓക്കെ, 1 8 8 ഇഷ്ടം 4 6 8 48. ഓക്കെ ആണല്ലോ. ഇവിടെ വെട്ടുമ്പോൾ 6 8 48. ഇവിടെ മേളിൽ 6 കിട്ടും. ഇനി നമുക്ക് എത്ര ഇവിടെ വെട്ടാം? ഒരു 16 5 16 80. 16 5 80. ഓക്കെ ആണല്ലോ. 6 30. ആൻസർ 30 ദിവസം കൊണ്ട്. എത്ര ദിവസം കൊണ്ടാണ്? 30 ദിവസം കൊണ്ടായിരിക്കും രണ്ടുപേരോട് ചേർന്നത്. 30 ദിവസം കൊണ്ടായിരിക്കും ചെയ്യുന്നത്. രണ്ടുപേരോട് ചേർന്ന് 30 ദിവസം. ആൻസർ എ ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സെറ്റ് ആണല്ലോ. ഓക്കെ, ഒറ്റ കാര്യം മാത്രമല്ല, അരുൺ ഒരു ജോലി 80 ദിവസം കൊണ്ട് ചെയ്യും. പക്ഷെ അരുൺ 70 ദിവസം 10 ദിവസം ജോലി ചെയ്തിട്ട് അങ്ങ് പോയി. ഇനി അരുൺ 70 ദിവസം ചെയ്യാനുള്ള ജോലി അവിടെ കിടക്കുക. ആ 70 ദിവസം ചെയ്യാനുള്ള ജോലി അവിടെ കിടക്കുന്ന സമയത്താണ് ആര് വരുന്നത്? അനിൽ വന്നത്. അത് 42 ദിവസം കൊണ്ട് ചെയ്തിട്ടങ്ങ് പോകും. 42 ദിവസം കൊണ്ട് അനിൽ വന്ന് ആ ജോലി ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടങ്ങ് പോകും. സെറ്റ് ആണല്ലോ. ഓക്കെ, എങ്കിൽ ഈ 42 ജോലി എന്ന് പറഞ്ഞാൽ അനിൽ ചെയ്യുന്ന 42 ജോലി എന്ന് ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി എന്ന് പറഞ്ഞാൽ അരുണിന് 70 ദിവസം ചെയ്യേണ്ട ജോലിയാ. കാര്യം ഫുള്ള് ജോലി അല്ല. എങ്കിൽ അരുണിന് ഫുള്ള് ജോലി 80 ജോലി ചെയ്യുന്ന ആ ജോലി അനിൽ എത്ര ദിവസം കൊണ്ട് ചെയ്യുന്നു? അപ്പൊ എന്താ, 42 ജോലിക്ക് 70 ദിവസം. അപ്പൊ 80 ജോലിക്ക് എത്ര ദിവസം? 42/70 ഇൻറ്റു 80 48 ദിവസം എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഓക്കെ, 42 70 ദിവസം എങ്കിൽ 80 എത്ര ദിവസം വന്നു? ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ ആൻസർ 48 ദിവസം. ഓക്കെ, അപ്പൊ എന്താണ്, അനിലിന് ആ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ 48 ദിവസം, അരുണ് ആ ജോലി കംപ്ലീറ്റ് ചെയ്യാൻ 80 ദിവസമാണെങ്കിൽ അരുണും അനിലും ചേർന്ന ആ ജോലി എത്ര ദിവസം കൊണ്ട്? ഞാൻ ഇക്വേഷൻ പ്രകാരം XY/X+Y എന്നത് ഇക്വേഷനകത്ത് കൊടുക്കുക. ആൻസർ 30 ദിവസം ഒന്ന് കിട്ടും. ഇത് എഫിഷ്യൻസി ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ സ്റ്റെപ്പുകളുടെ എണ്ണം കൂടുന്നതായതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇക്വേഷൻസിനകത്തോട്ടങ്ങ് ചെയ്തത്. ഇവിടുത്തെ എഫിഷ്യൻസി ചെയ്യും. ആൾക്കാർ ജോലി നിർത്തിപ്പോകുന്ന ഒരാൾ തൊട്ട് വരുന്നത് ഒന്നോട്ട് ചെയ്യുന്ന അങ്ങനെയൊക്കെ ജോലിക്ക് എഫിഷ്യൻസി നമുക്ക് ഫാസ്റ്റ് ആയിട്ട് ചെയ്യുന്നത്. ഇവിടെ വലിയ കുഴപ്പമില്ല. ഈ ഇക്വേഷൻസിനകത്ത് അങ്ങ് അപ്ലൈ ചെയ്യുക. ഓക്കെ ആണല്ലോ. ഓക്കെ, നേരെ നമുക്ക് നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളുടെ ശരാശരി 61 ചെറിയ സംഖ്യയും വലിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മനസ്സിലായല്ലോ. ക്വസ്റ്റ്യൻ നോക്കിയേ. തുടർച്ചയായ 5 ഒറ്റ സംഖ്യകളുടെ ശരാശരി 61. തുടർച്ചയായ 5 ഒറ്റ സംഖ്യയുടെ ശരാശരി 61. ചെറിയ സംഖ്യയും വലിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്?
ഓക്കെ ആണല്ലോ. അപ്പൊ തുടർച്ചയായിട്ടുള്ള 5 ഒറ്റ സംഖ്യകളുടെ ശരാശരി 61 ആണ്. തുടർച്ചയായിട്ടുള്ള 5 ഒറ്റ സംഖ്യയുടെ ശരാശരി എന്ന് പറയുന്നത് 61 ആണ്. ചെറിയ സംഖ്യ, ചെറുതും വലുതും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ നിങ്ങൾ നോക്കണം, തുടർച്ചയായിട്ടുള്ള 5 ഒറ്റ സംഖ്യയുടെ ശരാശരി എന്ന് പറയുന്ന 61 ആണ്. ചെറിയ സംഖ്യയും വലിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്ര? ഓക്കെ ആണല്ലോ. ഓക്കെ, ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമൊന്നുമില്ല, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഓക്കെ ആണല്ലോ. തുടർച്ചയായിട്ടുള്ള 5 ഒറ്റ സംഖ്യകളുടെ ശരാശരി 61. ഇതിൽ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ നമ്മൾ ഒറ്റ കാര്യം എന്ന് പറഞ്ഞാൽ സംഖ്യ -1 ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസം. മനസ്സിലായല്ലോ? ഓക്കെ, നമ്പർ -1 ഇൻറ്റു ശരാശരിയിലെ വ്യത്യാസമല്ല, ഡിഫറൻസ് എടുത്താൽ ഈ സംഖ്യകൾക്കിടയിലുള്ള വ്യത്യാസം എടുത്താൽ. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ ഈ ശരാശരിയിലെ വ്യത്യാസമല്ല, സംഖ്യകൾക്കിടയിലെ വ്യത്യാസം. ഓക്കെ ആണല്ലോ. സംഖ്യ -1 ഇൻറ്റു വ്യത്യാസം ഒന്ന് എടുത്താൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. തുടർച്ചയായിട്ടുള്ള 5 ഒറ്റ സംഖ്യയുടെ ശരാശരി എന്ന് പറയുന്ന 61 ആണ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻസിനകത്ത് ശരാശരിയുടെ ആവശ്യമേ നമുക്ക് വരുന്നില്ല. വലിയ സംഖ്യയും ചെറിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നോക്കണം. ഇവിടെ എത്രയാണ്? സംഖ്യ എത്രയാണ്? 5 ആണ്. 5 -1 ഇൻറ്റു വ്യത്യാസം എന്ന് വെച്ചാൽ 2 ആണ്. വ്യത്യാസം എന്ന് വെച്ചാൽ 2. എന്താണെന്നറിയോ? വ്യത്യാസം എന്ന് ഉദ്ദേശിക്കുന്നത് 2 ഒറ്റ സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? 1, 3, 5, 7, 9 എക്സെട്ര ഇങ്ങനെ പോകുന്നതിൽ ഒറ്റ സംഖ്യ അല്ലെങ്കിൽ ഓഡ് നമ്പർ എന്ന് പറയുന്നത്. ഇപ്പൊ തമ്മിലുള്ള വ്യത്യാസം ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞ ഒറ്റ സംഖ്യ വ്യത്യാസം 3ൽ നിന്ന് 1 കുറയ്ക്കുക. 3ൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ 2, 5ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ 2, 7ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ 2, 9ൽ നിന്ന് 7 കുറയ്ക്കുമ്പോൾ 2. ഇവിടുത്തെ എല്ലാം വ്യത്യാസം എത്രയാണ്? 2 ആണ്. വ്യത്യാസം 2 ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ ആ വ്യത്യാസമാണ് നമ്മൾ ഇവിടെ എഴുതുന്നത്. 5ൽ നിന്ന് കുറയ്ക്കുമ്പോൾ 4 കിട്ടും. 4 ഗുണം 2 എന്ന് പറഞ്ഞാൽ 3 കിട്ടി 8 എന്നുള്ള ഉത്തരം കിട്ടി. 4 ഗുണം 2 8. വ്യത്യാസം എന്ന് പറയുന്നത് വലിയ സംഖ്യയും ചെറിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം 8. സി ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി ഇത് കൂടാതെ എഴുതണമെങ്കിൽ ഇതാണ് ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗം. ഇവിടെ ശരാശരിയുടെ ആവശ്യമേ ഇല്ല. മനസ്സിലായല്ലോ? വലിയ സംഖ്യയും ചെറിയ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ എത്ര സംഖ്യ ഉണ്ടോ അതേ -1 ഇൻറ്റു ഈ പറയുന്ന ശ്രേണിയിലെ എന്താണ് സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം 1, 3, 5, 7, 9 അവിടുത്തെ കോമൺ ഡിഫറൻസ് 2 ആണ്. ശരാശരിയിലെ വ്യത്യാസമല്ല ഒരിക്കലും, സംഖ്യകൾക്കിടയിലുള്ള വ്യത്യാസമാണ് കേട്ടോ. ഞാൻ തുടക്കം ശരാശരിയിലെ വ്യത്യാസം പറഞ്ഞു, ഞാൻ പിന്നെ മാറ്റി പറഞ്ഞായിരുന്നല്ലോ. ഓക്കെ, അപ്പൊ എന്താണ്? സംഖ്യകളുടെ വ്യത്യാസമാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം മറ്റൊരു രീതിയോടെ ഈ 61 വെച്ച് ചെയ്യാൻ പറ്റും. 61 വെച്ച് എങ്ങനെയാ ചെയ്യുന്നത്? ഒരു എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാലോ, തുടർച്ചയായിട്ടുള്ള എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാലോ, ഒറ്റ സംഖ്യ എന്ന് പറഞ്ഞാലോ, ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാലോ, സമാന്തര ശ്രേണി എന്ന് പറഞ്ഞാലോ, എന്ത് പറഞ്ഞാലും എപ്പോഴും ഒറ്റ സംഖ്യ, ഇരട്ട സംഖ്യ, എണ്ണൽ സംഖ്യ, സമാന്തര ശ്രേണി, കോമൺ ഡിഫറൻസ് ഈക്വൽ ആയിട്ടുള്ള തുടർച്ചയായിട്ടുള്ള നമ്പേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും അവയുടെ ശരാശരി എന്ന് പറയുന്നത് നടുക്കലത്തെ സംഖ്യ ആയിരിക്കും. ശരാശരി എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? എപ്പോഴും ശരാശരി എന്ന് പറയുന്നത് നടുക്കലത്തെ സംഖ്യ ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, സംഖ്യകളുടെ എണ്ണം ഒറ്റ സംഖ്യ ആയിരിക്കണം. എണ്ണം പറയുന്നത് ഇപ്പൊ 5 സംഖ്യ, 7 സംഖ്യ, 9 സംഖ്യ എന്നൊക്കെ പറയണം. ഓക്കെ, ഇരട്ട സംഖ്യ ആണെങ്കിൽ നടുക്കൊരെണ്ണമല്ല 2 വരും. മനസ്സിലായില്ല? 6 സംഖ്യ എന്ന് പറയുമ്പോൾ നടുക്കൊരെണ്ണം വരത്തില്ല. 5 സംഖ്യ എന്ന് പറഞ്ഞാൽ നടുക്കൊരെണ്ണം വരും. 2, 2, മൂന്നാമത്തെ സംഖ്യ നടുക്കരുത്. 3 സംഖ്യ എന്ന് പറഞ്ഞാൽ നടുക്കൊരെണ്ണം വരും, രണ്ടാമത്തെ സംഖ്യ. മനസ്സിലായല്ലോ? 9 സംഖ്യ എന്ന് പറഞ്ഞാൽ നടുക്കൊരെണ്ണം വരും, 5ാമത്തെ സംഖ്യ. പക്ഷെ 10 സംഖ്യ എന്നോ 6 സംഖ്യ എന്നോ 8 സംഖ്യ എന്ന് പറഞ്ഞാൽ നടുക്കൊരെണ്ണം വരത്തില്ല. ഓക്കെ, അപ്പൊ സംഖ്യകളുടെ എണ്ണം അപ്പൊ ഇവിടെ നോക്കിയാൽ 5 സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 5 സംഖ്യ 5 എണ്ണാകുമ്പോൾ നടുക്കൊരെണ്ണം വരും. ആ നടുക്ക് വരുത്ത സംഖ്യ എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിന്റെ ശരാശരി ആയിരിക്കും. അപ്പൊ ഇവിടുത്തെ ശരാശരി എന്ന് പറയുന്നത് 61. ഈ 61 എന്ന് പറയുന്നതാണ് നടുക്കലത്തെ സംഖ്യ. ഓക്കെ ആണല്ലോ? മൊത്തം 5 സംഖ്യകൾ. ഇനി ഇത് കഴിഞ്ഞിട്ട് എത്ര വരും? 61 കഴിഞ്ഞാൽ അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ 63. അടുത്തത് 65. ഇങ്ങോട്ട് എടുക്കുവാണെങ്കിൽ 59. ഓക്കെ, 57, 57, 59, 61, 63, 65. ഇതാണ് 5 സംഖ്യകൾ. ഇനി വലിയ സംഖ്യയും ചെറിയ സംഖ്യയും നമ്മളെ വ്യത്യാസം എത്ര വെച്ചാൽ വലിയ സംഖ്യയും ചെറിയ സംഖ്യയും ഈ 2 നമ്പറുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 65 മൈനസ് 57, 65 മൈനസ് 57. ഇവിടെ 65 57 കുറച്ച് നമുക്ക് എത്ര കിട്ടും? ഇവിടെ 8 എന്നുള്ള ആൻസർ ആയിരിക്കും കിട്ടുന്നത്. എത്ര കിട്ടും? 8 എന്നുള്ള ആൻസർ കിട്ടും. ഇതായിരിക്കും ആൻസർ. ഇങ്ങനെ വേണേ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതായിരിക്കും ചൂടെ എളുപ്പമായിട്ടുള്ള മാർഗം. മൊത്ത സംഖ്യ എത്രയാണെന്ന് അതിൽ നിന്ന് 1 കുറയ്ക്കുക. ഈ പറയുന്ന സംഖ്യക്ക് പൊതു വ്യത്യാസം എത്രയാണെന്ന് നോക്കണം. അപ്പോൾ എണ്ണൽ സംഖ്യ പറഞ്ഞാൽ വ്യത്യാസം 1 ആണ്. ഇരട്ട സംഖ്യ പറഞ്ഞാൽ 2 ആണ്. ഒറ്റ സംഖ്യ പറഞ്ഞാൽ 2 ആണ്. ഇപ്പൊ 3ന്റെ ഗുണിതം എന്ന് പറഞ്ഞാൽ 3 ആയിരിക്കും. 5ന്റെ ഗുണിതം എന്ന് പറഞ്ഞാൽ വ്യത്യാസം 5 ആയിരിക്കും. ഓക്കെ ആണല്ലോ? അങ്ങനെ ആ വ്യത്യാസം എത്രയാണോ ഇവിടെ കൊടുത്താൽ മതി. നമുക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ താഴെ കൊടുത്തിരിക്കുന്ന സമവാക്യം ശരിയായത് ഏതൊക്കെ ചിഹ്നങ്ങൾ പരസ്പരം മാറ്റം ചെയ്യണം. ഓക്കെ, താഴെ തന്നിരിക്കുന്നത് കണ്ടോ നോക്കണം.
താഴെ തന്നിരിക്കുന്ന സമവാക്യം ശരിയാകുന്നതിന് ഏതൊക്കെ ചിഹ്നങ്ങളാണ് പരസ്പരം മാറ്റേണ്ടത്. അപ്പൊ ഇതിനകത്ത് ഏതൊക്കെ സൈനുകൾ മാറ്റി കൊടുത്താലാണ് എന്തെന്ന് കിട്ടുന്നത്, നമുക്ക് ഈ പറയുന്ന 51 എന്നുള്ള ഉത്തരം കിട്ടുന്നത്. ഓക്കെ, നമുക്ക് നോക്കാണ്ടേ. 100 പ്ലസ് 100 ഇൻറ്റു 50 മൈനസ് 2 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ടു 51. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇതിനകത്ത് രണ്ട് സൈനുകൾ, രണ്ട് ചിഹ്നങ്ങൾ മാറ്റി മാറ്റി കൊടുക്കണം. രണ്ട് ചിഹ്നങ്ങൾ മാറ്റി മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? രണ്ട് ചിഹ്നങ്ങൾ മാറ്റി കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, ഇതിനകത്ത് ഈ 51 ഉത്തരം കിട്ടണമെന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് ഏത് രണ്ട് ചിഹ്നങ്ങളാണ് മാറ്റുന്നത്? ഒരു മൈനസും ഇൻറ്റും തമ്മിൽ പരസ്പരം മാറ്റാണ് ആദ്യം പറഞ്ഞത്. ഫസ്റ്റ് പറയുന്നത് മൈനസും ഇൻറ്റും തമ്മിൽ പരസ്പരം മാറ്റാൻ. ഓക്കെ, മൈനസും ഇൻറ്റും തമ്മിൽ പരസ്പരം മാറ്റി കഴിഞ്ഞാൽ നോക്കണേ, ഇവിടുത്തെ ഇത് മൈനസ് ഒന്നും ഇത് ഇൻറ്റു ഒന്നും ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയേ, ഫസ്റ്റ് നമുക്ക് നോക്കാം. ഫസ്റ്റ് മൈനസ് ഇൻറ്റു ഒന്ന് മാറ്റി വെക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കണം, ഈ മൈനസ് മാറ്റിയിട്ട് മൈനസ് ഇൻറ്റു, അപ്പൊ ഇൻറ്റു മാറ്റിയിട്ട് ഞാൻ ഇവിടെ മൈനസും കൊടുത്തു. ഓക്കെ, മൈനസ് മാറ്റിയിട്ട് ഞാൻ ഇവിടെ ഇൻറ്റുവും കൊടുത്തു. ഓക്കെ, ഇനി ബോട്ട് മാസ് റൂള് പ്രകാരം ഇവിടെ നോക്കിയേ, 2നെ 3 വെച്ച് ഹരിക്കാൻ പറ്റത്തില്ല. അപ്പൊ 2/3. പിന്നെ ഈ 3നെ നമുക്ക് ഒരിക്കലും 50 വെച്ച് വെട്ടാൻ പറ്റത്തില്ല. മനസ്സിലായല്ലോ? ഇപ്പൊ 2 ഇങ്ങനെ എഴുതും, മൈനസ് 2/3 ഇൻറ്റു 50. ഇവിടെ വെട്ടാൻ പറ്റത്തില്ല, ഇവിടെ നിന്ന് വെട്ടാൻ പറ്റത്തില്ല, ഇവിടെ ഒന്നും വന്ന് വെട്ടാൻ പറ്റത്തില്ല. അപ്പൊ ഇത് പോയിന്റ് വരും. ഒരിക്കലും 51 എന്നുള്ള ഉത്തരം നമുക്ക് കിട്ടത്തില്ല. അപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ആ ഓപ്ഷൻസ് നമുക്ക് മാറ്റാം. അടുത്ത ഓപ്ഷൻ നോക്കാം. അടുത്ത എന്താണ്? പ്ലസും ഹരണവും തമ്മിൽ ചേഞ്ച് ചെയ്യാനാണ് പറഞ്ഞത്. പ്ലസും ഹരണവും തമ്മിൽ ചേഞ്ച് ചെയ്യുക. അപ്പൊ ഇവിടെ നമുക്ക് ഹരണ ചിഹ്നം കൊടുക്കാം. ഓക്കെ ആണല്ലോ? ഇവിടെ എന്ത് ചെയ്യാം? പ്ലസും കൊടുക്കാം, ഇവിടെ പ്ലസും കൊടുക്കാം. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടെ നോക്കിയേ, 100നെ 100 ചരിച്ചു, 1 കിട്ടി. ഇവിടെ 100നെ 100 ചരിക്കുമ്പോൾ 1 കിട്ടി. ഇൻറ്റു 50 മൈനസ്, ഓക്കെ ആണല്ലോ? ഇവിടെ പ്ലസ്, ഇവിടെ 2ൽ നിന്ന് 2 ഇവിടെ ഇങ്ങനെ പറയും, -2 + 3. -2 + 3 വെച്ചാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന് തന്നെ 3ൽ നിന്ന് 2 കുറയ്ക്കുക. 3ൽ 2 കുറയ്ക്കുമ്പോൾ 1 കിട്ടും. വലുതിന് പ്ലസ് ആണ്ട് +1 കിട്ടും. +1. ഓക്കെ ആണല്ലോ? 50 + 1 സമയത്ത് കിട്ടി നമുക്ക് 51 എന്നുള്ള ഉത്തരവായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. 51 എന്നുള്ള ഉത്തരവായിരിക്കും കിട്ടുന്നത്. ഓക്കെ ആണല്ലോ? നമുക്ക് എന്താണ് ഈ പ്ലസും ഹരണവും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തോ. ഓക്കെ ആണല്ലോ? ഓക്കെ, നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കാം. ഇനി നമ്മുടെ കറക്റ്റ് ആൻസർ പ്ലസും ഹരണം ആയതുകൊണ്ട് നമുക്കൊന്ന് കറക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കാം. സൈനുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ പോവാം. ഓക്കെ, നോക്കിയേ, 100 പ്ലസ് മാറ്റി, പ്ലസ് ഹരണം മാറ്റി മനസ്സിലായിട്ട് പ്ലസ് മാറ്റിയാണ് നമ്മളിവിടെ ഹരണ ചിഹ്നം കൊടുത്തു. 100 ഇൻറ്റു എത്ര കിട്ടി? ഇവിടെ 50 മൈനസ് -2. ഓക്കെ ആണല്ലോ? പ്ലസ് എത്ര കിട്ടി? +3 എന്ന് കൊടുത്തു. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ 51 കിട്ടുന്നുണ്ട്. നോക്കാം, 100നെ 100 ചരിച്ചു, 100 ഡിവൈഡഡ് ബൈ 100 എന്ന് വെച്ചാൽ 1 കിട്ടി. ഇൻറ്റു 50 മൈനസ് പ്ലസ്, ഇവിടെ ഒരു പ്ലസ് സംഖ്യ മൈനസ് സംഖ്യ തമ്മിൽ കൂട്ടാനോ കുറയ്ക്കാനോ വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൽ നിന്ന്, വലുതെന്ന് പറയുന്നത് എത്രയാണ്? വലുതെന്ന് പറയുന്നത് എത്ര? 3 ആണ്. ചെറുത് 2 ആണ്. 3ൽ നിന്ന് 2 കുറയ്ക്കാം. 3ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 എന്ന് കിട്ടും. +1 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ? അല്ലെങ്കിൽ തൽക്കാലം ഇതിങ്ങനെ ചെയ്തിട്ട് ചെയ്യാം, 2 + 3 എന്ന് കിട്ടാം. ഓക്കെ, -2 + 3 എന്ന് കൊടുക്കാം. -2 + 3 ഒരു 50 -2 + 3. മനസ്സിലായല്ലോ? 50 2 കുറച്ച്, 50 2 കുറച്ച് നമുക്ക് എത്ര കിട്ടി? 48 + 3 സമയം നമുക്ക് എത്ര കിട്ടി? 51 എന്ന് കിട്ടും. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ബി ഓപ്ഷൻ ആണ്. ഓക്കെ, ഏതൊക്കെ സൈനുകളാണ് ചേഞ്ച് ചെയ്യേണ്ടത്? ഓക്കെ, പ്ലസും ഹരണവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്താൽ നമുക്ക് ഈ 51 എന്നുള്ള ആൻസർ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. സെറ്റ് ആണല്ലോ? ഓക്കെ, നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഡിഗ്രി ലെവൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ഇച്ചിരി ടൈം എടുത്തേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാം കുറച്ച് ക്വസ്റ്റ്യനൊക്കെ എളുപ്പം ചെയ്യാൻ പറ്റും, കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ഇച്ചിരി ടൈം എടുത്തേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഓക്കെ, യെസ്. ഇത് നമ്മളിപ്പോൾ ഒരു 10th ലെവൽ പ്രിലിമിനറി ഒരു LGS ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് പടപടയത് ഇങ്ങനെ ചെയ്തു പോകാൻ പറ്റും. പക്ഷേ ഇങ്ങനെയുള്ള പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളെ കൊണ്ട് ചെയ്യിച്ച് നോക്കിയിട്ടേ ഇത് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ കൊടുക്കുന്ന ശ്രേണിയിൽ ഉൾപ്പെടാത്ത നമ്പർ തിരിച്ചറിയുക. മനസ്സിലായി? ഒരു ശ്രേണി തന്നിട്ടുണ്ട്. ഈ ശ്രേണിയിൽ താഴെ കൊടുക്കുന്ന ശ്രേണിയിൽ ഇതിനകത്തിൽ ചേരാത്ത നമ്പർ ഏതാണ്? എന്തൊക്കെ കൊടുത്തേക്കുന്നത്? ഇവിടെ നോക്കുക, 2, 6, 14, 30, 62, 126, 250. നമുക്ക് 2 രീതി ചെയ്യാം. ഒന്നാമത്തെ രീതി എന്ന് വെച്ചാൽ നോക്കിയേ, 2ന്റെ സ്ക്വയർ -2. 2ന്റെ സ്ക്വയർ എത്ര? 4 - 2 = 2. ഓക്കെ, 2ന്റെ ക്യൂബ് -2. 2ന്റെ ക്യൂബ് എത്ര? 8 - 2 = 6.
അടുത്തത് 2/4 മൈനസ് 2, 2/4 എന്ന് വെച്ചാൽ കിട്ടി 16 മൈനസ് 2 സമയം 14. 2/5 മൈനസ് 2, 2/5 എന്ന് വെച്ചാൽ കിട്ടി 2/5 എന്ന് വെച്ച് കഴിഞ്ഞാൽ 32 മൈനസ് 2 സമയം കിട്ടി നമുക്ക് 30 കിട്ടി. 2/6 മൈനസ് 2, 2/6 മൈനസ് 2, 2/6 മൈനസ് 2 എന്ന് വെച്ചാൽ 64 മൈനസ് 2 സമയത്ത് കിട്ടി 62 എന്ന് കിട്ടി 62. ഓക്കെ ആണല്ലോ. അടുത്ത 2/7, 2/7 മൈനസ് 2, 2/7 എത്ര 128 മൈനസ് 2 സമം 126, 120. എല്ലാം ഈ ശ്രേണിക്കകത്തുള്ളയാ. അടുത്തതപ്പം നമുക്ക് വരേണ്ട എത്ര 2/2, 2/3, 2/4, 2/5, 2/6, 2/7. അടുത്ത 2/8. അടുത്ത വരേണ്ടത് 2/8 മൈനസ് 2. ഓക്കെ ആണല്ലോ. 2/8 എന്ന് വെച്ചാൽ എത്ര കിട്ടും? 2/8 എന്ന് പറയുമ്പോൾ 256, 128 2 256. ഓക്കെ ആണോ? 256 മൈനസ് 2 സമം ഓക്കെ മൈനസ് 2 സമം എത്ര കിട്ടി? 254 വരേണ്ടത്. പക്ഷെ ഇവിടെ 250 വന്നേക്കുന്നത്. 250 വന്നേക്കുന്നത്. അപ്പോൾ തെറ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഡി ഓപ്ഷൻ ആയിരിക്കും. അപ്പൊ 2ന്റെ സ്ക്വയർ മൈനസ് 2, 2ന്റെ ക്യൂബ് മൈനസ് 2, 2/4 മൈനസ് 2, 2/5 മൈനസ് 2, 2/6 മൈനസ് 2, 2/7 മൈനസ് 2. ആ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്യുന്ന ശ്രേണിയാണ് തന്നേക്കുന്നത്. പക്ഷെ അപ്പൊ അതിനകത്ത് തെറ്റായിട്ടുള്ളതെന്ന് വെച്ചാൽ 250. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ ആണല്ലോ. ഓക്കെ, നേരെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. അടുത്ത ക്വസ്റ്റ്യൻ 2002 ജൂൺ 4 ആഴ്ചയിലെ ഏത് ദിവസമാണ്? ഓക്കെ, 2002 ഇത് ഇച്ചിരി സ്റ്റാൻഡേർഡ്. നമ്മൾ കലണ്ടർ എടുക്കുമ്പോൾ ഇത് ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഏതാണ്? ഏറ്റവും ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഏറ്റവും പാടായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബാക്കിയെല്ലാം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയണം. ഓക്കെ, 2002 ജൂൺ 4 ആഴ്ചയിൽ ഏത് ദിവസമായിരിക്കും? ഇനി നമുക്ക് ആകെപ്പാടുന്ന 2004 ജൂൺ 4 ആഴ്ചയിൽ ഏത് ദിവസമായിരിക്കും? ഇതും അത് 2004 ജൂൺ 4 നമുക്ക് അറിയേണ്ടത്. ഒരു ഡേറ്റ് നമുക്ക് തരുവാം. അപ്പൊ നമ്മൾ കുറേ ഇൻഫർമേഷൻ ഞാൻ പറഞ്ഞുതരാൻ പോകും. ഇവിടെ ഒത്തിരി ഒന്നും ആവശ്യമില്ല. 2002 നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, കുറേ ഇൻഫർമേഷൻ നമ്മൾ പറയാൻ പോവാം. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റാണ്ടുകളായിട്ടുള്ള അതിവർഷങ്ങളിലെ ലീപ്പ് ഇയറിലെ സെഞ്ചുറീസ് തൊട്ടുള്ള ലീപ്പ് ഇയറിലെ ഡിസംബർ 31 ഞായറാഴ്ചയായിരിക്കും. ഒന്നാമത്തെ പോയിന്റ് അതാ. മനസ്സിലായല്ലോ? അപ്പൊ എന്താണ് നൂറ്റാണ്ടുകളായിട്ടുള്ള അവസാനം 200 വരുന്ന സെഞ്ചുറീസ് ആയിട്ടുള്ള അതിവർഷം ലീപ്പ് ഇയർ അതിന്റെ എന്താണ് ഡിസംബർ 31 എന്ന് പറഞ്ഞ ഞായറാഴ്ച ആയിരിക്കും. അപ്പൊ ആദ്യം 400-ാം ആണ്ട്, നൂറ്റാണ്ടുകളായിട്ടുള്ള ലീപ്പ് ഇയർ ആദ്യം വരുന്നത് 400-ാം ആണ്ടാ, പിന്നെ വരുന്നത് 800-ാം ആണ്ടാ, പിന്നെ വരുന്നത് 1200-ാം ആണ്ടാ, പിന്നെ വരുന്നത് 1600, പിന്നെ 2000, പിന്നെ 2400, 2800, 3200. അങ്ങനെ 400ന്റെ മൾട്ടിപ്ലാട്ട് വരുന്ന, ശ്രദ്ധിക്കണം, 400ന്റെ മൾട്ടിപ്ലാട്ട് വരുന്ന നമ്പർ. മനസ്സിലായല്ലോ? 400ന്റെ മൾട്ടിപ്ലാട്ട് വരുന്ന നമ്പറുകൾ ആണ് ലീപ്പ് ഇയർ ആയിട്ട് വരുന്നത്. 400ന്റെ മൾട്ടിപ്ലാട്ട് വരുന്ന നമ്പേഴ്സ് ആണ് ലീപ്പ് ഇയർ ആയിട്ട് വരുന്നത്. സെറ്റ് ആണല്ലോ? ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ വരുന്ന 400ന്റെ മൾട്ടിപ്ലാട്ട് വരുന്ന ലീപ്പ് ഇയേഴ്സിലെ ഡിസംബർ 31 ഞായറാഴ്ച ആയിരിക്കും. അപ്പൊ നോക്കിയാൽ 2000 ആണ്ട്, 400-ാം ആണ്ട്, 800, 1200, 1600, 2000. അപ്പൊ 2000 എന്ന് പറയുന്നത് ഒരു ലീപ്പ് ഇയർ ആണ്. ഡിസംബർ 31 ഞായറാഴ്ചയാണ്. അതവിടെ നിൽക്കട്ടെ. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റ് 1-2 പോയിന്റ്സുകളോടെ ഞാൻ പറയുവാണ്. ഓക്കെ, 100 വർഷത്തിൽ ഓക്കെ ആണല്ലോ. 100 വർഷം എടുത്തുവാണെങ്കിൽ 5 ഒറ്റ ദിവസങ്ങളായിരിക്കും ഉള്ളത്. മനസ്സിലായല്ലോ? 5 ഒറ്റ ദിവസങ്ങൾ. 100 വർഷത്തിൽ എത്രയാണ്? 100 വർഷത്തിൽ 5 ഓഡ് ഡേയ്സുകളായിരിക്കും ഉള്ളത്. 100 വർഷത്തിൽ 5 ഓഡ് ഡേയ്സുകളായിരിക്കും ഉള്ളത്. ഓക്കെ ആണല്ലോ. 200 വർഷം ആകുമ്പോൾ എത്ര? 3 ഓഡ് ഡേയ്സുകളായിരിക്കും ഉള്ളത്. 100 വർഷത്തിൽ എത്ര? 100 വർഷത്തിൽ എത്ര? 5 ഓഡ് ഡേയ്സുകൾ. 100 200 വർഷമാകുമ്പോൾ 5 5 10 ഒറ്റ ദിവസങ്ങൾ വരണം. ഒറ്റ ദിവസം എന്ന് വെച്ചാൽ ഒരാഴ്ച പൂർത്തിയാക്കാൻ പറ്റാത്ത ദിവസത്തെ നമ്മൾ ഒറ്റ ദിവസം അല്ലെങ്കിൽ ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഒറ്റ ദിവസം അല്ലെ ഓഡ് ഡേയ്സ് എന്ന് വെച്ചാൽ ഒരാഴ്ച പൂർത്തിയാക്കാൻ പറ്റുന്ന ദിവസം. അപ്പൊ നമുക്കൊന്ന് 100 വർഷത്തിൽ 5 ദിവസം, 5 ദിവസം കൊണ്ട് ഒരാഴ്ച ഉണ്ടാക്കാൻ പറ്റത്തില്ല. 200 വർഷമാകുമ്പോൾ അത് 10 ആകും. 200 ആകുമ്പോൾ അത് 10 ആകും. 10 ഒറ്റ ദിവസം, 5 ഒറ്റ ദിവസം 10 ആവും. 10-നകത്ത് ഒരാഴ്ചയിൽ 7 ദിവസം അങ്ങ് പോത്തില്ലേ? പിന്നെ ബാലൻസ് എത്ര ഉണ്ട്? 3 ഉള്ളൂ. അതുകൊണ്ടാണ് 200 വർഷത്തിൽ 3 ഒറ്റ ദിവസങ്ങളുണ്ട്. ഓക്കെ, അടുത്ത എത്ര? 300 വർഷത്തിൽ നമുക്ക് എത്ര? ഒരു ഒറ്റ ദിവസങ്ങളായിരിക്കും, ഒരു ഓഡ് ഡേയ്സ് ആയിരിക്കും.
കാര്യം എന്താ, 100 വർഷത്തിൽ 5, 200 വർഷത്തിൽ 10, 300 വർഷത്തിൽ 15. 300 വർഷത്തിൽ 15 ഉള്ളത്. 300 വർഷത്തിൽ 15-ൽ 7 14 പോയാൽ ബാക്കി ഒന്ന്. അപ്പൊ 300 വർഷത്തിൽ ഓരോ ഒറ്റ ദിവസമാണുള്ളത്. ഇനി അടുത്ത 400 വർഷത്തിൽ ഒറ്റ ദിവസങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 0 ആണ്. മനസ്സിലായല്ലോ, 0 ആണ്. ഒറ്റ ദിവസങ്ങളില്ല. ഇവിടെ ഒരെണ്ണമാണുള്ളത്. 400 വർഷത്തിൽ ഓഡ് ഡേയ്സുകൾ ഇല്ല. അപ്പൊ എന്താ, 100 വർഷത്തിൽ 5, 200 വർഷത്തിൽ 10, 300 വർഷത്തിൽ 15, 400 വർഷത്തിൽ 20. 400 വർഷത്തിൽ 20 എണ്ണം ഉണ്ട്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഈ 400 വർഷത്തിൽ 20 ആവുമ്പോൾ, പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ 1 7 7 27 14 37 21 അല്ലേ വരേണ്ടത്. പക്ഷെ 400 വർഷം ആകുമ്പോൾ എത്ര, 27 14 പോയാൽ ബാക്കി 6 എണ്ണം വരണമല്ലോ. 5 10 15 20 20 എണ്ണത്തിനകത്ത് 27 14 പോയാൽ ബാക്കി 6 എണ്ണം വരണം. പക്ഷേ ഇവിടെ എത്രണ്ണേ ഉള്ളു? 0 എന്ന് ഞാൻ പറയാൻ കാരണം 400-ാം ആണ്ട് എന്ന് പറയുന്നത് ഒരു അതിവർഷമാണ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, 400-ാം ആണ്ട്, 800-ാം ആണ്ട്, 1200, 1600 അങ്ങനെ പോകുന്നതാണ് അതിവർഷം. അപ്പൊ 400-ാം ആണ്ട് ഒരു അതിവർഷമായതുകൊണ്ട് അവിടെ ഒരൊറ്റ ദിവസം കൂടെ അധികം കയറി വരും. ആ ഒറ്റ ദിവസം കൂടെ ഇതിൻ്റെ കൂടെ കൂട്ടണം. അപ്പൊ 20 + 1 = 21 വരും. ആ 21-നെ ഒരാഴ്ചയിൽ 7 ദിവസം കൊണ്ട് കഴിയുമ്പോൾ 7 21 ശിഷ്ടം 0 വരും. അതുകൊണ്ട് എത്ര, 100 വർഷത്തിൽ 5 ഒറ്റ ദിവസം, 200 വർഷത്തിൽ 3 ഒറ്റ ദിവസം, 300 വർഷത്തിൽ ഒരൊറ്റ ദിവസം, 400 വർഷത്തിൽ ഒറ്റ ദിവസങ്ങൾ ഇല്ല. ഇങ്ങനെയാണ് അതിന്റെ പോകുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, ഈ ഒരു കാര്യം, ഈ പറയുന്ന ഇൻഫർമേഷൻ എല്ലാം വെച്ചിട്ട് വേണം നമുക്ക് ഇതിന്റെ കാര്യങ്ങൾ ചെയ്യാൻ. ഇനി ഒരു സാധാരണ വർഷത്തിൽ 365 ദിവസമുണ്ട്. എന്നുവെച്ചാൽ ഒരു സാധാരണ വർഷത്തിൽ 365 ദിവസമുണ്ട്. 365 ദിവസം. അതിൽ എന്താണ് 365 ദിവസം, 52 ആഴ്ചയും ഒരൊറ്റ ദിവസമാണ്. 365 ദിവസമാണ്, 52 ആഴ്ച കൊണ്ട് ഒരു ഒറ്റ ദിവസമുണ്ട്. മനസ്സിലായല്ലോ. ഒരു അതിവർഷത്തിൽ മനസ്സിലായി, അല്ലെങ്കിൽ ഒരു ലീപ്പ് ഇയറിൽ എന്ന് പറയുന്നത്, ഒരു ലീപ്പ് ഇയറിൽ അല്ലെങ്കിൽ അതിവർഷത്തില് നമുക്ക് എത്ര, 366 ദിവസങ്ങളാണുള്ളത്. 52 ആഴ്ചയും 2 ഒറ്റ ദിവസമുണ്ട്. 366 ദിവസം, 52 ആഴ്ചയും 2 ഒറ്റ ദിവസങ്ങളായിരിക്കും ഉണ്ടാവുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ രീതിയിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ഓക്കെ, ഈ പറയുന്ന കൺസെപ്റ്റ് എല്ലാം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക്. അത് ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോട്ട്സ് ആക്കി എഴുതി വെച്ചോണം. നമ്മൾ ഇതങ്ങ് വായിക്കുകയാണ്. ഓക്കെ, ഇനി നോക്കാം. നമ്മളിപ്പോൾ 2000, നമുക്ക് ആകെപ്പാട് അറിയാവുന്നത് 2002 ജൂൺ 4 ഏത് ദിവസമാണ്, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കിത് കയറി പോകാൻ ഏതെങ്കിലും ഒരു ദിവസം നമുക്ക് വേണ്ടേ? നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്തു പോകാൻ നമുക്ക് ഏതെങ്കിലും ഒരു ദിവസം വേണം. ഒരു ദിവസം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം, 400-ാം ആണ്ട്, 800-ാം ആണ്ട് ഇങ്ങനെയൊക്കെ പറയുന്ന ലീപ്പ് ഇയർ ആയിട്ടുള്ള വർഷങ്ങളിലെ, നൂറ്റാണ്ടുകളിലെ ഡിസംബർ 31 ഞായറാഴ്ചയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ അത് 400-ാം ആണ്ട്, 800-ാം ആണ്ട്, 1200-ാം ആണ്ട്. അപ്പൊ ഈ പറഞ്ഞ 2002-ന് തൊട്ട് മുന്നേ ഉള്ള അതിവർഷം ഒന്ന് എടുത്തേ. ലീപ്പ് ഇയർ ആയിട്ടുള്ള നൂറ്റാണ്ടായിട്ടുള്ള അതിവർഷം ഏതാ? 2000 ആണ്ടാ. ഓക്കെ ആണല്ലോ. 2000 ആണ്ട്. ഇപ്പൊ 400-ാം ആണ്ട്, 800-ാം ആണ്ട്, 1200-ാം ആണ്ട്, 1600-ാം ആണ്ട്, 2000 ആണ്ട്. 2000-ന് തൊട്ട് മുമ്പുള്ളത് 2000 ആണ്ടാ. 2000 ഡിസംബർ 31. അപ്പോൾ 2000 ഡിസംബർ 31 എന്ന് പറയുന്നത് ഞായറാണ്. ഓക്കെ, 2000 ഡിസംബർ 31 ഞായറാണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് കയറി പോകാൻ ഒരു ദിവസം കിട്ടി. ഓക്കെ, അപ്പൊ 2000-ലെത്തി. ഇനി ഇതിൽ പൂർത്തിയായിട്ടുള്ള വർഷം എത്ര നോക്കണം. പൂർത്തിയായിട്ടുള്ള വർഷം എത്ര വർഷമുണ്ട്? ഒരു വർഷം. കാര്യം എന്താ, 2001. 2000 കഴിഞ്ഞാൽ പിന്നെ പൂർത്തിയായേക്കുന്നത് 2001. 2002 പൂർത്തിയായിട്ടില്ല. കാര്യം എന്താ, 2002 ജൂൺ 4 2002 ജൂൺ 4 ദിവസമാണ് നമുക്ക് അറിയണം. അപ്പൊ ജൂൺ വരെ ആയിട്ടേ ഉള്ളു. അപ്പൊ 2002 നമുക്ക് എത്ര വരാ? 2002 എന്ന് പറയുന്നത് ഡിസംബർ 31 കഴിഞ്ഞ 2001. 2000 ഡിസംബർ 31 ഞായറാഴ്ചയാണ് നമുക്കറിയാം. ഇനി 2001 എന്ന് പറഞ്ഞ ഒരു വർഷം പിന്നെ പൂർത്തിയായിട്ടുണ്ട്. ഓക്കെ, 2001 എന്ന് പറഞ്ഞ എന്ത് വർഷമാണ്? സാധാരണ വർഷമാണ്, നോർമൽ ഇയർ ആണ്. ഓക്കെ ആണല്ലോ. അതിന് ഒരിക്കലും 2000 കഴിഞ്ഞാൽ പിന്നെ 2004 അതിവർഷം വരുത്തും. അപ്പൊ 2001 സാധാരണ വർഷം. സാധാരണ വർഷത്തിൽ ഫെബ്രുവരി 28 ദിവസമേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഒരു സാധാരണ വർഷത്തിൽ ഞാൻ തുടക്കം പറഞ്ഞ പോലെ 365 ദിവസങ്ങളാണുള്ളത്. 52 ആഴ്ചയാണുള്ളത്, ഒരൊറ്റ ദിവസമാണുള്ളത്. 365 ദിവസം, 52 ആഴ്ച, ഒരൊറ്റ ദിവസം. അപ്പൊ 2001 ഒരൊറ്റ ദിവസം ഉണ്ട്. നമുക്ക് ഓഡ് ഡേയ്സ് ഒന്നെന്ന് എടുക്കാം.
ഓഡ് ഡേയ്സ് 1 എടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെ എത്തി? 2001 ഇനി നമുക്ക് എങ്ങോട്ട് പോകണം? 2002 പോകണം. 2002 ഈ 2002 ജൂൺ 4 ഏത് ദിവസം? അപ്പൊ 2002 നോക്കാം. 2002 ജനുവരി എത്ര ദിവസമുണ്ട്? 31 ദിവസമുണ്ട്. ജാനുവരി 31 ദിവസമുണ്ട്. ജാനുവരി 31 ദിവസമുണ്ട്. ഓക്കെ ആണല്ലോ. ഫെബ്രുവരി എത്ര ദിവസം ഉണ്ടോ എന്ന് വെച്ചാൽ 28 ദിവസമുള്ളൂ. കാര്യം 2002 സാധാരണ വർഷമാ. ഓക്കെ, ഫെബ്രുവരി 28 ദിവസമുള്ളൂ. അടുത്തത് മാർച്ച് എന്ന് പറയുന്നത് എത്ര ദിവസമുണ്ട്? 31 ദിവസമുണ്ട്. ഓക്കെ, ഏപ്രിൽ എന്ന് പറയുന്നത് 30 ദിവസമാണ്. ഓക്കെ, ഏപ്രിൽ. മെയ് എന്ന് പറയുന്നത് 31 ദിവസമാണ്. ജൂൺ എന്ന് പറയുന്നത് ജൂൺ 4 വരെയാണ്. ജൂൺ 4 വരെയുള്ള ദിവസങ്ങളാണ് നമുക്ക് അറിയേണ്ടത്. സെറ്റ് ആണല്ലോ. അപ്പൊ എത്രയാണ്? ജാനുവരി 31, ഫെബ്രുവരി 28, മാർച്ച് 31, ഏപ്രിൽ 30, മെയ് 31, ജൂൺ 4. ജൂൺ 4 വരെയുള്ള ദിവസം നമുക്കറിയണം. ഇതിനകത്ത് നമുക്ക് ഇത് മൊത്തോടെ കൂട്ടാം. കൂട്ടുന്നതിനേക്കാൾ ഇച്ചിരി എളുപ്പം എന്ന് വെച്ചാൽ ഇതിനകത്ത് എത്ര ഒറ്റ ദിവസം ഉണ്ടെന്ന് നോക്കാം. 31 ദിവസത്തിൽ 4, 7, 28 ദിവസം കഴിഞ്ഞാൽ ബാക്കി എത്ര ദിവസം ഉണ്ട്? 3 ഒറ്റ ദിവസം. 4, 7, 28 കഴിഞ്ഞാൽ 3 ഒറ്റ ദിവസം. ഫെബ്രുവരി 28 കഴിഞ്ഞാൽ ഒറ്റ ദിവസങ്ങളൊന്നുമില്ല, 0. ഓക്കെ ആണല്ലോ. ഓക്കെ, മാർച്ച് 31 കഴിഞ്ഞ് മാർച്ച് 31, 4, 7, 28 കഴിഞ്ഞാൽ ബാക്കി എത്ര? 3 ഒറ്റ ദിവസം. ഏപ്രിൽ 30, 4, 7, 28 കഴിഞ്ഞാൽ ശിഷ്ടം 2. ഓക്കെ ആണല്ലോ. ഓക്കെ, മെയ് 31, 4, 28 കഴിഞ്ഞാൽ ശിഷ്ടം 3. ജൂൺ 4. ഓക്കെ ആണല്ലോ. അപ്പൊ 2 ജാനുവരി 3, ഫെബ്രുവരി 0, മാർച്ച് 3, ഏപ്രിൽ 2, മെയ് 3, ജൂൺ 4. ഈ 4 ഇതെല്ലാം ഈ ഒറ്റ ദിവസം എല്ലായിടം കൂട്ടാം. ഒറ്റ ദിവസം എല്ലായിടം കൂട്ടുമ്പോൾ 3, 3, 6, 6, 3, 3, 3, 6, 6, 3, 3, 6, 2, 8, 8, 11, 11, 4, 15. മൊത്തോടെ കുടുംബത്തിൽ കിട്ടി 15 ദിവസം ഒന്ന് കിട്ടി. 15 ദിവസം. അപ്പൊ 15 ഒറ്റ ദിവസങ്ങൾ നമുക്കിവിടെ കിട്ടി. 15 ഒറ്റ ദിവസം. ഇത് കൂടാതെ ഒരു ഒറ്റ ദിവസം നമ്മൾ തുടക്കത്തിൽ മാറി 2001 ഒരു ഒറ്റ ദിവസം ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞു. കാര്യം എന്താ? പിന്നെ ഒരു സാധാരണ വർഷത്തിൽ ഒരു ഒറ്റ ദിവസം, അതേ വർഷത്തിൽ 2 ഒറ്റ ദിവസം. 2001 സാധാരണ വർഷം ഒരൊറ്റ ദിവസം നമ്മളിവിടെ മാറ്റിയിട്ടുണ്ട്. അതും ഇതിൻ്റെ കൂടെ കൂട്ടണം. അതുകൊണ്ട് ഈ ഒറ്റ ദിവസമാണ് നമ്മൾ ഇതിൻ്റെ കൂടെ കൂട്ടുന്നത്. ഓക്കെ ആണല്ലോ. ഇത് ഇതിൻ്റെ കൂടെ കൂട്ടണം. ഓക്കെ, 15 + 1 16. ഈ 16-നകത്ത് ഒരാഴ്ചയിൽ എത്ര ദിവസമുണ്ട്? ഒരാഴ്ചയിൽ 7 ദിവസം ഉള്ളത്. 7 ദിവസം ആകുമ്പോൾ 16-നെ 7 വെച്ചിരിക്കണം. 7 വെച്ചിരിക്കുമ്പോൾ 7 14. ഓക്കെ ആണല്ലോ. 16-നെ 7, ഒരാഴ്ചയിൽ 7 ദിവസം ഉണ്ട്. 7 14. ശിഷ്ടം എത്ര വന്നു? 2. പിന്നെ അവസാനം വന്ന ശിഷ്ടം നമ്മൾ എടുക്കണം. ഈ ശിഷ്ടം വെച്ചിട്ടാണ് നമ്മൾ കളിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ശിഷ്ടം 2 വന്നു. ശിഷ്ടം 2 വന്നാൽ നമുക്ക് എന്താ? ഞായറിന്റെ കൂടെ 2 ദിവസം കൂടെ കൂട്ടാം. ഞായർ + 2. ഞായറിന്റെ കൂടെ 2 ദിവസം കൂട്ടുമ്പോൾ തിങ്കൾ ചൊവ്വ. ചൊവ്വാഴ്ചയായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ചൊവ്വയായിരിക്കും. ഓക്കെ ആണല്ലോ. നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ സി ഓപ്ഷൻ ആയിരിക്കും. ചൊവ്വാഴ്ചയായിരിക്കും ആൻസർ. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഈ ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയുന്നത് ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. ഓക്കെ, ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിൽ നമുക്ക് പടപടയെന്ന് ചെയ്തു പോകാൻ പറ്റും. നിങ്ങളിത് പറഞ്ഞ് മനസ്സിലാക്കി വരുന്നതുകൊണ്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മുടെ ആപ്പിനകത്ത് ഇതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള ക്ലാസ് നമ്മുടെ കിടപ്പുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് നിങ്ങളത് പർച്ചേസ് ചെയ്തവർക്കൊക്കെ അത് കാണാൻ പറ്റും. വിശദമായിട്ടുള്ള ക്ലാസ് ഇത് എങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മളത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്താ 2002 ജനുവരി 4 പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 2000 ഡിസംബർ 31 ഞായറാഴ്ചയാണ്. ഓക്കെ, 2001 പൂർത്തിയായിട്ടുള്ള ഒരേ ഒരു വർഷമുള്ളൂ. 2001 അതിൽ ഒരു ഒറ്റ ദിവസമാണല്ലോ, അത് എഴുതി. ഓക്കെ, ഇനി അടുത്ത 2002 എത്ര? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ എത്രയാണ്? അപ്പൊ ജനുവരിയിൽ 3 ഒറ്റ ദിവസം, ഫെബ്രുവരി ഇല്ല, മാർച്ചിൽ 3 ഒറ്റ ദിവസം, ഏപ്രിൽ 2, മെയ്യിൽ 3, ജൂൺ 4 വരെയാണ് പറഞ്ഞിരിക്കുന്നത്. ജൂൺ 4 വരെ എടുത്തു. എല്ലാവരുടെ കൂടുമ്പോൾ 15 ഒറ്റ ദിവസം. 15 ഒറ്റ ദിവസം ആകുമ്പോൾ 15 + 1 16. ഈ ഒന്നുകൂടെ കൂടുമ്പോൾ 16 ഒറ്റ ദിവസത്തിൽ ഈ 7 14 പോയാൽ ബാക്കി 2 ഒറ്റ ദിവസങ്ങളാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഓക്കെ ആണല്ലോ. ആ 2 ഞായറിന്റെ കൂടെ കൂട്ടിയാൽ തിങ്കൾ ചൊവ്വ. നമ്മുടെ ആൻസർ ചൊവ്വാഴ്ച ആയിരിക്കും. സെറ്റ് ആണല്ലോ. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്കോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് പറയുന്നത്. 25√5 the whole raised to x is equal to cube root of 5 the whole raised to x minus 1 ആയാൽ എക്സിന് തുല്യമായത് ഏതാണെന്ന് വെച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ. എക്സിന് തുല്യമായത് ഏത്? ഓക്കെ, നമുക്ക് ഇതിനകത്ത് എക്സിന്റെ വാല്യൂ എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. കാര്യമൊന്നുമില്ല, നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റും. ഇതാണ്ടാ നമുക്ക് ആദ്യം ഞാൻ ക്വസ്റ്റ്യൻ ഇട്ട് എഴുതാം. 25√5 the whole raised to x equal to, ശ്രദ്ധിച്ചോണം, 25√5 the whole raised to x equal to നമുക്ക് എന്ത് എഴുതാം? ക്യൂബ് റൂട്ട് ഓഫ് 5
ദ ഹോൾ റൈസ് ടു എക്സ് മൈനസ് വൺ എന്ന് കൊടുക്കാം, എക്സ് മൈനസ് വൺ. ഓക്കെ, ഇത്രയും കാര്യം എഴുതി. ഇനി നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്ന പരിപാടി, ആദ്യം ചെയ്യുന്ന പരിപാടി 25 ഇങ്ങനെ എന്റെ അർത്ഥം 25 ഇൻറ്റു √2 √5 എന്നാണ് എഴുതുക. 25 ഇൻറ്റു √5 എന്ന് പറയുന്നതാണ് 25 √5 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് എന്താ എഴുതാം? 25 5ന്റെ സ്ക്വയർ എന്ന് ആദ്യം എഴുതാം. 25 5ന്റെ സ്ക്വയർ എന്ന് എഴുതി ഇൻറ്റു √a. ഓക്കെ ആണോ? √a എന്ന് വെച്ചാൽ a⁻1/2 എന്നാ. ഓക്കെ ആണ്. √a എന്ന് വെച്ചാൽ a⁻1/2. ക്യൂബ് റൂട്ട് ഓഫ് a എന്ന് വെച്ചാൽ a⁻1/3. ഫോർത്ത് റൂട്ട് ഓഫ് a എന്ന് പറഞ്ഞാൽ a⁻1/4. ഇങ്ങനെയാണ് എഴുതുന്നത്. അപ്പോൾ √a എന്ന് വെച്ചാൽ a⁻1/2, ക്യൂബ് റൂട്ട് ഓഫ് a എന്ന് വെച്ചാൽ a⁻1/3, ഫോർത്ത് റൂട്ട് ഓഫ് a എന്ന് വെച്ചാൽ a⁻1/4 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. 25 എന്നാണ് 5ന്റെ സ്ക്വയർ എന്ന് എഴുതി ഇൻറ്റു √5. √5നെ 5⁻1/2 എന്ന് എഴുതി. √5നെ 5⁻1/2 എന്ന് എഴുതി. √5 നമ്മൾ എന്ത് എഴുതി? 5⁻1/2. The whole raised to xa equal to, the whole raised to xa is equal to cube root of 5. Cube root of 5നെ നമുക്ക് എന്താ എഴുതാം? നമുക്ക് എന്താ √a എന്ന് വെച്ചാൽ a⁻1/2 എന്ന് വെച്ചാൽ ഇവിടെ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ സ്ക്വയർ റൂട്ട് എന്നാ. ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ 2 എന്നാ. അപ്പൊ സ്ക്വയർ റൂട്ട് ആകുമ്പോൾ എന്താ a⁻1/2. അപ്പൊ എന്താ √5നെ 5⁻1/2. The whole raised to x is equal to ക്യൂബ് റൂട്ട് ഓഫ് 5. ഉണ്ട് ക്യൂബ് റൂട്ട് ഓഫ് a എന്ന് വെച്ചാൽ a⁻1/3 അല്ലയോ. അപ്പൊ ക്യൂബ് റൂട്ട് ഓഫ് 5നെ 5⁻1/3 എന്ന് എഴുതാം. ദ ഹോൾ റൈസ് ടു മേളുന്നുണ്ട് x-1 എന്ന് കൊടുക്കുന്നുണ്ട്. x-1 ഇവിടെ വരെ ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി താണ്ടെ ഇങ്ങനെ ഇക്വേഷൻ ഉണ്ട്. a⁻m ഇൻറ്റു a⁻n സമം a⁻m പ്ലസ് n. ഒരേ ബേസ് ഉള്ള രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കാൻ വന്നാൽ, രണ്ടിടത്തുനിന്നും പൊതുവായിട്ടൊരു ബേസ് എടുത്തുകൊണ്ട് അവയുടെ പവറുകൾ തമ്മിൽ കൂട്ടുക. അതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. a⁻m ഇൻറ്റു a⁻n സമം a⁻m പ്ലസ് n. ഒരേ ബേസുള്ള രണ്ട് സംഖ്യകൾ തമ്മിൽ ഗുണിക്കാൻ വന്നാൽ രണ്ടിടത്തുനിന്നും പൊതുവായിട്ടൊരു ബേസ് എടുത്തുകൊണ്ട് പവറുകൾ തമ്മിൽ കൂട്ടുക. അപ്പൊ ഇവിടുത്തെ ബേസ് 5, ഇവിടുത്തെ ബേസ് 5. പൊതുവായിട്ട് ബേസായ 5 എടുത്തുകൊണ്ട് മേളിൽ കിടക്കുന്ന പവറായ 2ഉം 1/2 കൂടെ കൂട്ടുക. ദ ഹോൾ റൈസ് ടു xa ഈക്വൽ ടു, ഓക്കെ ആണല്ലോ. ഇവിടെ നമുക്ക് എന്ത് എഴുതാം? 5⁻1/3 ദ ഹോൾ റൈസ് ടു x-1 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിന്റെ ബാലൻസ് നമ്മൾ ഇങ്ങോട്ട് ചെയ്യാൻ പോവാ. ഓക്കെ, ഇപ്പൊ നോക്കിയേ, ഇവിടെ ചെയ്യുന്ന ഇവിടെ നോക്കിയേ, 2 പ്ലസ് അര എന്ന് പറഞ്ഞാൽ 2.5 എന്നാ. 2 പ്ലസ് അര എന്ന് പറഞ്ഞാൽ 2.5. 2 പ്ലസ് അര എന്ന് പറഞ്ഞാൽ 2.5. രണ്ടും അരയും കൂടെ കൂട്ടുമ്പോഴാണ് നമുക്ക് 2.5 എന്ന് കിട്ടുന്നത്. 2 പ്ലസ് അര 2.5. ഈ 2.5 മിക്സഡ് ഫ്രാക്ഷനിൽ കിടക്കുക. മിക്സഡ് ഫ്രാക്ഷനിൽ കിടക്കുന്നതിനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനിലേക്ക് മാറ്റണം. മനസ്സിലല്ലോ? മിശ്ര ഭിന്നത്തെ വിഷമ ഭിന്നത്തിലേക്ക് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? ഇത് ഗുണിക്കുക, ഇത് കൂട്ടുക. 2 4 1 5, 5/2 എന്ന് കിട്ടും. 5/2 ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ചെയ്യാം. 5/2 ദ ഹോൾ റൈസ് ടു xa ഈക്വൽ ടു ഓക്കെ ആണല്ലോ. ഇവിടത്തെ എഴുതാം. ഇവിടെ എന്താ 5⁻1/3 ദ ഹോൾ റൈസ് ടു x-1 എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി എന്താണ്? ഇങ്ങനെ ഇക്വേഷൻ ഉണ്ട്. a⁻m ദ ഹോൾ റൈസ് ടു എന്ന് വെച്ചാൽ a⁻mn എന്ന. a⁻m ദ ഹോൾ റൈസ് ടു എന്ന് വെച്ചാൽ a⁻mn എന്ന. m എന്നോട് ഗുണിക്കുന്ന mn. a⁻m ദ ഹോൾ റൈസ് ടു എന്ന് വെച്ചാൽ a⁻mn. ആ ഫോമിൽ ഇത് കിടക്കുന്നത്. അപ്പൊ 5⁵5/2 ദ ഹോൾ റൈസ് x എന്ന് പറയുമ്പോൾ ഈ 5/2ഉം x കൂടെ തമ്മിൽ ഗുണിക്കാം. നോക്കിയാണല്ലോ. 5 ഈ 5/2ഉം x കൂടെ ഗുണിക്കുമ്പോൾ x ഇൻറ്റു 5/2 എന്ന് വരും. മനസ്സിലായല്ലോ? x ഇൻറ്റു 5/2 അല്ലെങ്കിൽ 5/2 ഇൻറ്റു x എഴുതാം. 5/2 ഇൻറ്റു xa ഈക്വൽ ടു, ഇവിടെ അതേപോലെ ചെയ്യാം. a⁻m ദ ഹോൾ റൈസ് ടു a⁻m എന്ന് വെച്ചാൽ 1/3 ഇൻറ്റു x-1 എന്ന് എഴുതാം. എഴുതാം 5/1/3 ഇൻറ്റു x-1. ഇത്രയും വരെ എഴുതി. ഇവിടെ എഴുതി. ഓക്കെ ആണല്ലോ. ഇനി എന്താണ്? ഈ 5x കൊടുക്കുന്നു. 5x കൊടുക്കുമ്പോൾ 5x/2 ഈക്വൽ ടു 5⁻3 ഇത് കൊടുക്കുമ്പോൾ 1ഉം x-1 കൊടുക്കുമ്പോൾ x-1/3 എന്ന് എഴുതാം. x-1/3 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് നോക്കാം. സമത്തിന് അപ്പുറവും ഇപ്പുറവും ഉള്ള സംഖ്യകളുടെ ബേസുകൾ തുല്യമായാൽ
അവയുടെ പവറുകളും തുല്യമായിരിക്കും. സമത്തിന് അപ്പുറമുള്ള സംഖ്യകളുടെ ബേസുകൾ തുല്യമായാൽ അവയുടെ പവറുകളും തുല്യമായിരിക്കും. ഇവിടുത്തെ ബേസ് 5, ഇവിടുത്തെ ബേസ് 5, രണ്ടിടത്തും ബേസുകൾ തുല്യമായതുകൊണ്ട് മുകളിൽ കിടക്കുന്ന പവറുകളും തന്നെ ആയിരിക്കും തുല്യമായിരിക്കും. അതാണ് ഇവിടെ 5 ആണ്, ഇവിടെ 5 ആയിരിക്കണം, ഇവിടെ A ആണ്, ഇവിടെ A ആയിരിക്കണം, ഇവിടെ X ആണ്, ഇവിടെ X ആയിരിക്കണം. സമത്തിന് അപ്പുറമുള്ള സംഖ്യകളുടെ ബേസുകൾ തുല്യമായി എങ്കിൽ മേളിൽ കിടക്കുന്ന പവറുകളും തുല്യമായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ മേളിൽ കിടക്കുന്ന പവർ എന്ന് പറയുന്നത് ഓക്കെ 5x/2 = x - 1/3 എന്ന് കിട്ടും. x - 1/3. ഇനി എന്ത് ചെയ്യണം? ഇത് ഇങ്ങോട്ടും ഇത് അങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ഈ 3ഉം 5x തമ്മിൽ ഇങ്ങോട്ടും ക്രോസ് ചെയ്യണം, 2x - 1 തമ്മിൽ അങ്ങോട്ടും ക്രോസ് ചെയ്യണം, ഇങ്ങോട്ടും അങ്ങോട്ടും ക്രോസ് ചെയ്താൽ അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 5x × 3 = ഇത് ഇങ്ങോട്ട് ക്രോസ് ചെയ്യുമ്പോൾ 2 × x - 1 എന്ന് ക്രോസ് ചെയ്യാമല്ലോ. ഓക്കെ, ഇത് അങ്ങോട്ടും ക്രോസ് ചെയ്ത് ഇങ്ങോട്ടും ക്രോസ് ചെയ്തു. ഓക്കെ, 3 5 15x = 2x - 2 എന്ന് എഴുതും. ഓക്കെ ആണല്ലോ. ഇനി x എല്ലാവരും സൈഡിലാക്കാം, x ഇല്ലാത്ത എല്ലാവരും സൈഡിലാക്കാം. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇവിടെ 5x/2 ഇത് ക്രോസ് ചെയ്യാം, 2x - 2 / 15x. ഓക്കെ, ഇനി x ഇല്ലാത്ത എല്ലാവരും സൈഡിലാക്കാം, x ഉള്ള എല്ലാവരും സൈഡിലാക്കാം. ഓക്കെ, ഇവിടെ 13x = -2, x = -2/30. -2/30. ഇതിൻ്റെ ആൻസർ വരുന്നത് -2/30. ഓപ്ഷനകത്ത് നോക്കട്ടെ, -2/30. ഓപ്ഷനകത്തുനിന്ന് മൈനസ് പോയെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ഒരു മൈനസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. മൈനസ് ഉണ്ട്, -2/30 ആയിരിക്കും കിട്ടുന്ന ആൻസർ. -2/30. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, ഇതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ -2/30 ആണ്. ഓക്കെ, യെസ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ആവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ലിയോൺ എന്നത് പ്രത്യേക ഭാഷയിൽ ലയൺ എന്ന് പറയുന്നത് നമ്മൾ MNHK എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ കരുതുകയെങ്കിൽ കൗ എന്നത് എങ്ങനെ എഴുതാം എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. മനസ്സിലായല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ ലയൺ എന്നുള്ളതുണ്ട്. ഓക്കെ, ഇനി നമ്മളിവിടെ എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ്, MNHK. നമ്മൾ ഇവിടെ ഇങ്ങനെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ ഒരു ഫോർമാറ്റ് എങ്ങനെ ഒരു യൂസ് ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലിൽ നിന്ന് 1 കുറയ്ക്കുന്നതാണ് KL അല്ലേ, KL. ഓക്കെ ആണല്ലോ. അതേപോലെ ഐയിൽ നിന്ന് 1 കുറയ്ക്കുന്നതാണ് HI ആണ്. അപ്പോൾ ആണല്ലോ ഐക്ക് Hൽ നിന്ന് 1 കുറയ്ക്കുന്നതാണ് I എന്ന് പറയുന്നത്. ഇവിടെ എല്ലാം -1 വരുന്നത്. ഇവിടെ -1, ഇവിടെയും -1. ഓക്കെ ആണല്ലോ. ഓയിൽ നിന്ന് 1 കുറയ്ക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? N എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. NO. ഓക്കെ ആണല്ലോ. ഓയിൽ നിന്ന് 1 കുറച്ചാണ് ഇവിടെ N എഴുതിയിരിക്കുന്നത്. അതേപോലെ തന്നെ എന്നിൽ നിന്ന് 1 കുറയ്ക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? എന്നിൽ നിന്ന് 1 കുറയ്ക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? M എന്ന് പറയുന്നത്. മനസ്സിലായി? MN ആണ്. ഓക്കെ ആണ്. ഇവിടെ എല്ലാം എന്താണ്? -1 വീതം കുറച്ച് ലാസ്റ്റ് ഈ ലെറ്ററിൽ നിന്ന് 1 കുറച്ചാണ് അവസാനം എഴുതിയിരിക്കുന്നത്, ഈ ലെറ്ററിൽ നിന്ന് 1 കുറച്ചാണ് അവസാനം, ഈ ലെറ്ററിൽ നിന്ന് അങ്ങനെ ഓരോന്ന് കുറച്ചാണ്. അടുത്തേക്ക് കൗ ആകുമ്പോൾ തന്നെ ഓക്കെ, നമ്മളപ്പോൾ ഇനി പറയാം സിയിൽ നിന്ന് 1 കുറയ്ക്കണം. സിയിൽ നിന്ന് 1 കുറയ്ക്കുമ്പോൾ കിട്ടും B കിട്ടും. അപ്പോൾ അവസാന ലെറ്റർ എന്താണ്? B ആണ് വേണ്ടത്. അവസാന ലെറ്റർ B വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ഇപ്പോൾ തന്നെ ഈ C ഓപ്ഷൻ നമുക്ക് ഇവിടെ ക്യാൻസൽ ചെയ്യാം. ബാക്കി എല്ലാത്തിൻ്റെ അവസാന ലെറ്റർ B ആണ്. ഓക്കെ ആണല്ലോ. ഓക്കെ, നമുക്ക് ഇനി എന്താണ്? ഓയിൽ നിന്ന് 1 ലെറ്റർ ആവും. ഓയിൽ നിന്ന് 1 ലെറ്റർ കുറയ്ക്കണം. ഓയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പോകും? 1 ലെറ്റർ കുറയ്ക്കാൻ പോവാം. ഓയിൽ നിന്ന് 1 ലെറ്റർ കുറയ്ക്കുമ്പോൾ തന്നെ NO. ഇവിടെ എല്ലാം -1 ആണേ. ഇവിടെ -1, 1 ലെറ്റർ വീതം കുറയ്ക്കാം. ഓക്കെ ആണല്ലോ. BN തുടങ്ങുന്ന ഇവിടെ 2 ഓപ്ഷൻസ് ഉണ്ട്. BN. അപ്പോൾ ഇവിടുത്തെ BV ഈ ഓപ്ഷനും ക്യാൻസൽ ആയി. ഇനി എന്താണ്? Wയിൽ നിന്ന് 1 ലെറ്റർ VW ആണ്. VW മനസ്സിലല്ല. W എന്ന് 1 ലെറ്റർ കുറയ്ക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്ത് വരും? V വരും. V. ഓക്കെ ആണല്ലോ. -1. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് VNB ആണ്. VNB ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ആൻസർ എന്ന് വെച്ചാൽ ഓരോ ലെറ്ററിൽ നിന്നും 1 വീതം കുറച്ചാണ് നമ്മൾ അവസാനം ഇവിടെ ഇങ്ങനെ അവസാനമായിട്ട് എഴുതി പോകുന്നത്. സെറ്റ് ആവുന്നുണ്ടല്ലോ. ഓക്കെ ആണല്ലോ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് അത്രയേ ഉള്ളൂ.
അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാനും പറയാൻ. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ബി ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സെറ്റ് ആണല്ലോ. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്കോ. അടുത്ത ക്വസ്റ്റ്യൻ വേണ്ടേ, ABCDEF എന്നിങ്ങനെ 6 അംഗങ്ങൾ അടങ്ങുന്ന ഒരു കുടുംബം. ABCDEF എന്നിങ്ങനെ 6 അംഗങ്ങൾ അടങ്ങുന്ന ഒരു കുടുംബം. അതായത് ബി സിയുടെ മകനാണ്, എന്നാൽ സി ബിയുടെ അമ്മയല്ല. മനസ്സിലായല്ലോ. ഓക്കെ, എ സി എന്നിവർ ഭാര്യാഭർത്താക്കന്മാരാണ്. ഇ സിയുടെ സഹോദരനാണ്. എ ഡിയുടെ മകളാണ്. എഫ് എയുടെ സഹോദരിയാണ്. ആരാണ് സിയുടെ അളിയൻ? ഓക്കെ ആണല്ലോ. ക്വസ്റ്റ്യൻ നോക്കിക്കോ, ഇവിടെ നോക്കിക്കോണം. അപ്പൊ നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ നോക്കിയോ ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ABCDEF എന്ന് പറയുന്നതാണ്. ഓക്കെ, ABCDEF. അപ്പൊ നമുക്ക് ABCDEF എന്നീ 6 അംഗങ്ങളാണ്, 6 പേരാണുള്ളത്. നമ്മുടെ ബ്ലഡ് റിലേഷൻ അത്ര ക്വസ്റ്റ്യനാണ്. എളുപ്പം ചെയ്യാൻ പറ്റും, കാര്യമൊന്നുമില്ല. അങ്ങനെയാണ്. ഓക്കെ ആണല്ലോ. 6 അംഗങ്ങൾ അടങ്ങുന്ന ഒരു കുടുംബമാണ്. അതായത് ബി സിയുടെ മകനാണ്. ബി എന്ന് പറയുന്നത് സിയുടെ മകനാണ്. അപ്പൊ നമുക്ക് എഴുതാം ബി എന്ന് പറയുന്ന വ്യക്തി മകനാണ്. പുരുഷനാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പുരുഷനാണെങ്കിൽ നമുക്കൊരു സ്ക്വയർ ചിഹ്നം കൊടുക്കാം, സ്ത്രീ ആണെങ്കിൽ സർക്കിളും കൊടുക്കാം. ഇപ്പൊ പുരുഷനാണ്, ബി എന്ന് പറയുന്ന പുരുഷനാണ്. ബി മകനാണ് ആരുടെ? സിയുടെ മകനാണ്. അപ്പൊ നെക്സ്റ്റ് ജനറേഷൻ ആണ്. സിയുടെ മകനാണ് ബി. മനസ്സിലായല്ലോ. ബി അതാണ് ഒരു കുടുംബം. അതായത് ബി സിയുടെ മകനാണ്. ബി എന്ന് പറയുന്നത് സിയുടെ മകനാണ്. എന്നാൽ സി ബിയുടെ അമ്മയല്ല. എന്നാൽ സി എന്ന് പറയുന്നത് ബിയുടെ അമ്മയല്ല. ബി അമ്മയല്ല എങ്കിൽ പിന്നെ അച്ഛനായിരിക്കത്തില്ലയോ? മകനാവണമെന്നുണ്ടെങ്കിൽ ഒന്നേ അമ്മ അല്ലെങ്കിൽ അച്ഛനായിരിക്കണം. മനസ്സിലായല്ലോ. അപ്പൊ അവിടെ അമ്മയല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അച്ഛനാ. അപ്പൊ സി എന്ന് പറയുന്നതും പുരുഷനാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നെക്സ്റ്റ് ജനറേഷൻ നമ്മൾ താഴോട്ട് കാണിക്കുന്നു. ഓക്കെ, സി ബി. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? എ സി എന്നിവർ ഭാര്യാഭർത്താക്കന്മാരാണ്. എ സി എന്നിവർ ഭാര്യാഭർത്താക്കന്മാരാണ്. എ സി എന്നിവർ ഭാര്യാഭർത്താക്കന്മാരെന്ന് പറഞ്ഞാൽ എയും സിയും തമ്മിലാണ് വിവാഹം കഴിച്ചേക്കുന്നത്. ഓക്കെ, അതിൽ സി എന്ന് പറയുന്നത് പുരുഷനാണെങ്കിൽ എ എന്ന് പറയുന്നത് സ്ത്രീ ആയിരിക്കത്തില്ലയോ? സ്ത്രീ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? സർക്കിൾ കൊടുക്കാം. ഓക്കെ ആണല്ലോ. ഇനി എന്താണ്? ഇവര് ഭാര്യാഭർത്താക്കന്മാരായതുകൊണ്ട് നമുക്ക് ഈക്വൽ ടു കൊടുക്കാം. ഭാര്യാഭർത്താക്കന്മാരാകുമ്പോൾ ഈക്വൽ ടു കൊടുക്കാം. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? ഭാര്യാഭർത്താക്കന്മാരാണ്. ഈ സിയുടെ സഹോദരനാണ്. ഇ എന്ന് പറയുന്നത് സിയുടെ സഹോദരനാണ്. അപ്പോൾ ഇ എന്ന് പറയുന്നത് ആരുടെയാ? സിയുടെ സഹോദരനാണ്. അപ്പൊ ഇതൊരു പുരുഷനാണ്. ഇവർ തമ്മിൽ ഇവർ രണ്ടുപേരും സഹോദരന്മാരാണ്. നമ്മൾ ഇങ്ങനെ ഈ ഒരു ആരോ ചിഹ്നം കൊടുത്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവർ രണ്ടുപേരും സഹോദരന്മാരാണെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെയാണ്. ഓക്കെ, അവര് പറഞ്ഞ ഈ സിയുടെ സഹോദരനാണ്. ഇ എന്ന് പറയുന്നത് സിയുടെ സഹോദരനാണ്. ഡി എയുടെ മകളാണ്. ഡി എന്ന് പറയുന്നത് എയുടെ മകളാണ്. എയുടെ മകളാണ് ഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഡി എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ്. ഒരു കുഴപ്പം ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എയുടെ മകളാണ്. എയുടെ മകളാണെന്ന് പറയുമ്പോൾ എയുടെ മകളാണ് ഡി എങ്കിൽ എയുടെ മകനാണ് ബി. കാര്യം സിയും എയും തമ്മിൽ വിവാഹം കഴിച്ചപ്പോൾ സിയുടെ എയുടെ 2 മക്കളാണ് ബിയും ഡി. അപ്പൊ സിയുടെയും ബിയുടെ ഇവർ രണ്ടുപേരെയും മക്കളാണ് ഇവർ രണ്ടുപേരും. മനസ്സിലായല്ലോ. ഓക്കെ, ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഇനി അടുത്ത് എന്താന്ന് പറയുന്നത്? എഫ് എയുടെ സഹോദരനാണ്. അപ്പൊ എയുടെ സഹോദരൻ, ഇവര് തമ്മിൽ ആങ്ങളെയും പെങ്ങളുമാണ്. എഫ് എന്ന് പറയുന്നത് എയുടെ സഹോദരനാണ്. അപ്പൊ എയും എഫും തമ്മിൽ സഹോദരന്മാരാണ്. എഫ് എയുടെ സഹോദരനാണ്. ഇനി ഇവിടെ എന്താണ് അറിയേണ്ടത്? ആരാണ് സിയുടെ അളിയൻ? എന്ന് പറയുന്നത്? സിയുടെ അളിയൻ എന്ന് പറയുമ്പോൾ സിയുടെ ഭാര്യയുടെ ആങ്ങളെ ഭർത്താവ് എന്ന് പറയാം. മനസ്സിലായല്ലോ. ഓക്കെ, ഭാര്യയുടെ ആങ്ങളെ നമ്മൾ എന്ത് ചെയ്യാം? ഭർത്താവ് എന്ന് പറയാം. പെങ്ങളുടെ ഭർത്താവിനെയും നമുക്ക് എന്താ പറയാം? അളിയൻ എന്ന് പറയാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഇവിടെ നോക്കി, ഇവിടുത്തെ പ്രകാരം ഇവിടെ സി വിവാഹം കഴിച്ചിരിക്കുന്ന എ ആണ്. എയുടെ ആങ്ങളെയാണ് സിയുടെ അളിയൻ. മനസ്സിലായല്ലോ. ആങ്ങളെയായിട്ട് ആരാ വന്നിരിക്കുന്നത്? എഫ് ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഡി ഓപ്ഷൻ ആണ്. എഫ് ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. സെറ്റ് ആണല്ലോ. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. ഇതാണ് ഞാൻ പറയുന്നത്, കാര്യമൊന്നുമില്ല. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക്.
ഓക്കെ ഓക്കെ 24% നോക്കിയാണ് 24% അല്ല 24ന്റെ 25% പ്ലസ് 32ന്റെ 25% മൈനസ് 350ന്റെ 14% എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? 24ന്റെ എത്രയാണ്? 25%. 24ന്റെ 25% പ്ലസ് അടുത്ത എത്ര? 32ന്റെ 25% മൈനസ് എത്ര? 350ന്റെ 14% എത്ര? മനസ്സിലായല്ലോ? ഓക്കെ ആണല്ലോ. അപ്പൊ എന്തുകൊണ്ട് 24ന്റെ 25% പ്ലസ് 32ന്റെ 25% മൈനസ് 350ന്റെ 14% എത്ര? ഇതാണല്ലോ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതിനെല്ലാം വെട്ടി ചെറുതാക്കാൻ പറ്റുമെങ്കിൽ വെട്ടി ചെറുതാക്കി നമുക്ക് ചെയ്യാം. ഓക്കെ ഇവിടെ 25 ചോദിച്ചോട്ടോ. അതാണ്ട് ഒരു 25 4 25 100. ഒരു 25 4 25 100. ഓക്കെ ആണല്ലോ. ഇതാ ഈ 0 ഈ 0 വെട്ടി ഇവിടെ വെട്ടാം. 7 5 35 ഈ 5 10 1 2 2 7 2 14 7 2 14. ഇവിടെ വെട്ടാം. 1 4 4 6 4 24. ഓക്കെ ആണല്ലോ. ഇവിടെ വെട്ടാം. 1 4 4 8 4 32. ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഓക്കെ 1 × 6 6 പ്ലസ് 1 × 8 8 പ്ലസ് 8 മൈനസ് 1 × 8 8 മൈനസ് 7 × 7 49. മനസ്സിലായല്ലോ. ഓക്കെ അപ്പൊ ഇത് 6 + 8 മൈനസ് 49. 8 6 കൂടുമ്പോൾ 14 മൈനസ് 49. ഓക്കെ 9 4 പോയി കഴിഞ്ഞാൽ 5. ഓക്കെ ആണല്ലോ. ബാക്കി എത്ര? 4 പോയി കഴിഞ്ഞാൽ 3 മൈനസ് 35 എന്ന് കിട്ടും. മൈനസ് 35. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എ ഓപ്ഷൻ ആണ്. മൈനസ് 35 എന്നുള്ള ആൻസർ ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. സെറ്റ് ആണല്ലോ. അപ്പൊ എന്താ? 24ന്റെ 25% പ്ലസ് 32ന്റെ 25% മൈനസ് 350ന്റെ 14%. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു 25 4 25 100 1 4 4 6 4 24 പ്ലസ് ഒരു 25 4 25 1 4 4 8 4 32 മൈനസ് ഈ 0 0 വെട്ടിക്കളയാ. ഈ 5 10 7 5 35 1 2 2 7 2 14 7 7 49 ഒരു മൈനസ് ഈ മൈനസ് കൊടുത്ത് 1 × 8 8 പ്ലസ് ഈ പ്ലസ് കൊടുത്ത് 1 × 6 6 6 പ്ലസ് 8 മൈനസ് 49. 8 6 കൊടുക്കുമ്പോൾ 14 14 മൈനസ് 49 എന്ന് വെച്ചാൽ 35. ഒരു പ്ലസ് സംഖ്യ ഒരു മൈനസ് സംഖ്യ തമ്മിൽ കൂട്ടാനോ കുറയ്ക്കാനോ വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ഇനം. വലുതെന്ന് പറഞ്ഞാൽ 35ഉം ചെറുതെന്ന് പറഞ്ഞാൽ 14 ആണ്. 35ൽ നിന്ന് വലുതെന്ന് വെച്ചാൽ 49, ചെറുതെന്ന് വെച്ചാൽ 14 ആണ്. 43 14 കുറച്ചാൽ 35 കിട്ടും. വലുതിന്റെ ചിഹ്നം മൈനസ് ആയതുകൊണ്ട് 49 ആണ് വലുത്. അതിന്റെ ചിഹ്നം മൈനസ് ആയതുകൊണ്ട് മൈനസ് ചിഹ്നം കൊടുത്ത് മൈനസ് 35 ആയിരിക്കും നമുക്കിവിടെ ആൻസർ ആയിട്ട് കിട്ടുന്നത്. സെറ്റ് ആവുന്നുണ്ടോ? ഓക്കെ ആണല്ലോ. ഓക്കെ അപ്പോൾ നമുക്ക് ഇന്ന് പഠിപ്പിച്ച എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. റീസെന്റിൽ നടന്നിട്ടുള്ള ഡിഗ്രി ലെവലിലെ പരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇവിടെ ചെയ്തേക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇതേപോലെ അടിപൊളി ക്വസ്റ്റ്യൻസ് ഞാൻ പറയില്ല, ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസ് സ്റ്റാൻഡേർഡ് ആയിരിക്കും. നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റത്തില്ല, ഇച്ചിരി ടൈം എടുക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ ഇതേപോലെ അടിപൊളി അടുത്ത ഒരു സെഷൻസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബൈ.